പൂവാസം പൂവാസം തോർക്കും മൂച്ച് കാത്ത് തീണ്ടി. സത്യേട്ടാ, ഇനിയധികം ദിവസങ്ങളൊന്നുമില്ലല്ലോ, നമുക്ക് കല്യാണ പരിപാടികളൊക്കെ തുടങ്ങണ്ടേ? ഞാനും അത് തന്നെയാ ഇന്നലെ രാത്രി മുതൽ ആലോചിക്കണേ. ഇനി വെറും 2 ആഴ്ചയല്ലേ ഉള്ളൂ, അതിനുള്ളിൽ നമ്മളെല്ലാം ചെയ്ത് തീർക്കണം. അതെ, കല്യാണപ്പെണ്ണിന്റെ അച്ഛനാ നീ. വെറുതെ ടെൻഷൻ അടിച്ച് BP കൂടി കിടക്കരുത്. ഞങ്ങളെല്ലാരും ഉണ്ട്, നമുക്കെല്ലാവർക്കും കൂടെ ഒത്തുപിടിച്ച നടക്കും. അതെ, 2 ആഴ്ച ഉള്ളൂന്ന് പറഞ്ഞ് ഒന്നിനും ഒരു കുറവ് വരുത്തരുത്. എന്റെ പേരമക്കളിലെ ആദ്യത്തെ കല്യാണം, അത് നന്നായിട്ട് തന്നെ ഉണ്ടാവണം. അതെ, സത്യയുടെ കല്യാണം നമ്മൾ വീട്ടുകാർ മാത്രമായിരുന്നില്ലേ, അതിന്റെ കുറവ് ഇവിടെ തീർക്കണം. എല്ലാരെയും വിളിക്കണം, വീട്ടുകാരെയും നാട്ടുകാരെയും ഒക്കെ വിളിക്കണം. അതിനെന്താ ലീലാമോ, നമുക്ക് എല്ലാരെയും വിളിച്ച് നന്നായിട്ട് നടത്താം. അല്ല മണിക്കുട്ടി, പിള്ളേരാരും എഴുന്നേറ്റില്ലേ? ഒന്നിനെയും ഇങ്ങോട്ട് കാണാനില്ല. ഇല്ല, ഇന്നലത്തെ ആഘോഷത്തിന്റെ ക്ഷീണമായിരിക്കും എല്ലാത്തിനും. നേരത്തെ എഴുന്നേക്കുന്ന കല്ല് പോലും ഇതുവരെയായിട്ടും എഴുന്നേറ്റില്ല. കല്ലുന് 2-3 ദിവസം കോളേജ് ഇല്ലെന്നല്ലേ പറഞ്ഞ, അവളെ കിടക്കട്ടെ. പിള്ളേരല്ലേ, അവർക്ക് സമയമാകുമ്പോൾ അവർ എഴുന്നേറ്റ് വന്നോളൂ. സത്യേട്ടാ, ഓ പോവാൻ റെഡിയായോ? ലീലാമ്മ പറഞ്ഞു ശംഭുവിന്റെ ഡാഡിയും സത്യേട്ടനും പണിക്കരെ കാണാൻ പോകുന്നു. ആ, നീ മോളുടെ ജാതകം എടുക്ക്. രണ്ടുപേരെയും ജാതകം നോക്കണ്ടേ? സത്യേട്ടാ, ജാതകം നോക്കാൻ പോകുമ്പോ അങ്കിയുടെ ജാതകം കൂടെ ഞാൻ വെച്ചോട്ടെ, ഒന്ന് നോക്കൂ, നല്ല സമയമാണോ എന്ന്. ഇന്നലെ രാത്രി എത്രയോ മണിക്കാ വന്ന് കിടന്നത്. ഇപ്പൊ കുടിയും തുടങ്ങിയെന്നാ തോന്നുന്ന. അവന്റെ ജാതകത്തിലൊന്നും ഒരു കുഴപ്പവും ഇല്ല. അവന്റെ കയ്യിലിരിപ്പ. അവൻ ആര്യന്റെ സ്വഭാവം. പണ്ട് ആര്യൻ ഇങ്ങനെയായിരുന്നു, ഇപ്പൊ ശരിയായില്ലേ? അവനെ ഞാൻ ശരിയാക്കുന്നുണ്ട്, സമയാവട്ടെ. അല്ല, ഇതെന്ത് പറ്റി? 4 കുത്തിയിരുന്ന് മൗനവ്രതത്തിലാണോ? ആരും ഒന്നും മിണ്ടുന്നില്ല. എന്താ പിള്ളേരെ, ഉറക്കം ശരിയായില്ലേ നിങ്ങൾക്ക്? അച്ഛമ്മ, ഡാഡിയും ചെറിയച്ഛനും ശംഭുവിന്റെ ഡാഡിയും ഒക്കെ എവിടെ പോയി? സത്യേട്ടനും ശംഭുവിന്റെ ഡാഡിയും കൂടെ ഞങ്ങളുടെ ജാതകം നോക്കാൻ പണിക്കാരുടെ അടുത്ത് പോയിട്ടുണ്ട്. കുറച്ചു മുമ്പ് അമ്പാടി വന്നിട്ടുണ്ടായിരുന്നു. സിദ്ധു വലിച്ചനെയും ചെറിയച്ഛനെയും വിളിച്ചോണ്ട് പോയിട്ടുണ്ട്. അമ്പാടി അവരെയൊക്കെ കൂട്ടി കുട്ടിയേട്ടന്റെ അടുത്താ പോയത്, എന്തോ ഇവന്റ് മാനേജ്മെന്റിന്റെ കാര്യം പറയാൻ. അല്ലെങ്കിൽ നീ ഇങ്ങനെ ഇരുന്നാൽ ശരിയാവൂല. നമ്മുടെ വീട്ടിലെ കല്യാണോ, നീ വേണം മുന്നിൽ നിന്നെല്ലാം ചെയ്യാൻ. ആ വല്യമ്മായി, ഞാൻ ചെയ്തോളാം. ഇവനെന്തിനാ ചെയ്യുന്ന? എന്റെ കല്യാണല്ലേ, എന്റെ ഡാഡി നോക്കിക്കോളും. കുട്ടേട്ടാ, ഇതാണ് ഞാൻ പറഞ്ഞ ഇവന്റ് മാനേജ്മെന്റ്. BB ഇവന്റ് മാനേജ്മെന്റ്. കേറി നോക്കല്ലേ? ഗുഡ് മോർണിംഗ് സാർ, ഹൗ കാൻ ഐ ഹെൽപ്പ് യു? എന്താണ് നിങ്ങൾക്ക് വേണ്ടത്? ഗുഡ് മോർണിംഗ്. ഞങ്ങളുടെ മോളുടെ കല്യാണം, ഞങ്ങളൊരു ഇവന്റ് മാനേജറിനെ പറ്റി അന്വേഷിച്ചപ്പോ ഞങ്ങളുടെ ഫ്രണ്ടാ ഇത് റെക്കമെൻഡ് ചെയ്തത്. അപ്പോ ഒന്ന് അന്വേഷിച്ചിട്ട് പോവാന്ന് കരുതി ഞങ്ങൾ വന്നതാ. ഓ ആണോ സാർ, നിങ്ങൾ ഇരിക്കൂ. ഇത് വർഷങ്ങളുടെ പഴക്കമുള്ള ഒരു ഇവന്റ് മാനേജ്മെന്റ് ആണ്. നിങ്ങൾക്ക് ധൈര്യമായിട്ട് ബുക്ക് ചെയ്യാം. വർഷങ്ങളുടെ പഴക്കോ? എന്നിട്ട് ഞങ്ങൾ ഇതിനു മുന്നേ ഇത് കേട്ടിട്ടില്ലല്ലോ. അല്ല, നിങ്ങൾക്ക് എത്ര വർഷത്തെ പഴക്കമുണ്ട്? ഞങ്ങൾ ഈ ഓഫീസ് തുടങ്ങിയിട്ട് 4 മാസത്തെ പഴക്കമുണ്ട് സാർ. 4 മാസത്തെ പഴക്കോ? അങ്ങനെയല്ല എന്റെ സ്റ്റാഫ് ഉദ്ദേശിച്ചത്. ഞങ്ങൾ അങ്ങനെ ഓർത്തില്ലായിരുന്നു. ഇപ്പോ ഇവിടെ തുടങ്ങിയിട്ട് 4 മാസം, അവിടെ ഞങ്ങൾക്ക് വർഷങ്ങളുടെ പഴക്കമുണ്ട്. ഓ അങ്ങനെ. അല്ല, ഞങ്ങൾ ആദ്യമായിട്ടാണ് പുറത്ത് ഈ പരിപാടിയൊക്കെ ഏൽപ്പിക്കുന്നത്. ഞങ്ങൾക്ക് നല്ല ഫുഡ് വേണം. അതിനെന്താ സാർ, നമുക്ക് 5 സ്റ്റാർ തന്നെ ആക്കാം. എന്ത് വേണോ പറഞ്ഞാൽ മതി. വെജ് നോൺ വെജ് എല്ലാം നമുക്ക് റെഡിയാക്കാം. നിങ്ങളുടെ ഡേറ്റ് മാത്രം ഫിക്സ് ചെയ്ത് തന്നാൽ മതി, ബാക്കിയൊക്കെ ഞങ്ങൾ ഏറ്റു. അല്ല, ഈ ബാക്കിയൊക്കെ എന്ന് പറഞ്ഞാ ഞങ്ങള് കാറ്ററിംഗ് മാത്രമാ ഇവിടെ തരാൻ ഉദ്ദേശിക്കണേ. ഇപ്പൊ ഹോളിയൊക്കെ ആയതുകൊണ്ട് ചെറിയൊരു ഓഫർ ഉണ്ട്. കല്യാണം മൊത്തത്തിൽ ബുക്ക് ചെയ്യുകയാണെങ്കിൽ ഞങ്ങൾ ഡിസ്കൗണ്ട് ചെയ്യാം. നിങ്ങൾക്കും അതായിരിക്കും ലാഭം. ഈ എല്ലാന്ന് പറഞ്ഞാ നിങ്ങൾ എന്തൊക്കെ ചെയ്യും അത് പറയും. അങ്ങനെ ചോദിച്ചാൽ ഞങ്ങളുടെ ഈ പാക്കേജില് വീടിന്റെ ഡെക്കറേഷൻ തൊട്ട് കല്യാണം കഴിഞ്ഞ് ചെക്കന്റെ അടുക്കൽ കാണുന്ന ചടങ്ങ് വരെ നടത്തും. ഏറ്റവും വലിയ ഹൈലൈറ്റ്, നാട്ടുകാർക്കും വീട്ടുകാർക്കൊക്കെ ഞങ്ങള് ഡ്രസ് കോഡ് ഫിക്സ് ചെയ്യും. മൊത്തത്തില് ഒരു അടുക്കും ചിട്ടയിട്ടൊരു കല്യാണം നടത്തി തരും.
തലേ ദിവസത്തെ റിസപ്ഷൻ തൊട്ട് കല്യാണം കഴിഞ്ഞുള്ള റിസപ്ഷൻ വരെ ഞങ്ങളുടെ സർവീസ് നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ടാവും. മോറൽ ഓഫ് ദ സ്റ്റോറി, നിങ്ങൾക്ക് ടെൻഷനൊന്നുമില്ല, സ്വസ്ഥമായിട്ടിരുന്ന് കല്യാണം ആസ്വദിക്കാം. ഇനി നിങ്ങൾ തീരുമാനിച്ചോ ബുക്ക് ചെയ്യണോ വേണ്ടേന്ന്? ആ, ഞങ്ങളൊന്ന് ആലോചിച്ചിട്ട് പറയാം. അല്ല, എന്ത് ചെയ്യാൻ, കേട്ടിടത്തോളം പരിപാടി കൊള്ളാം. സത്യേട്ടനോടൊന്ന് വിളിച്ച് ചോദിച്ചാലോ? ആ, അത് നല്ലൊരു ഇതാണ്, ചോദിച്ചു നോക്കാം. ആ ഗൂഢാലോചന കണ്ടാലറിയാം ഇത് ബുക്ക് ചെയ്യാനൊന്നും പോണില്ല. അല്ലെങ്കിൽ തന്നെ ഇതൊക്കെ മെനക്കെട്ട പരിപാടിയെ ബുക്ക് ചെയ്തിരിക്കുന്നത് നല്ലത്. നമുക്ക് സാലറി കിട്ടിയാ പോരെ? ഞങ്ങൾ ആലോചിച്ചു, ഞങ്ങൾ ആദ്യമായിട്ടാണ് ഇങ്ങനെ പുറത്തൊക്കെ ബുക്ക് ചെയ്യണത്. ഞങ്ങൾക്കൊരു കണ്ടീഷനേ ഉള്ളൂ, വരുന്നവരാരും നിരാശയോട് തിരിച്ചു പോകരുത്. എല്ലാവരും നന്നായിട്ട് കല്യാണം എൻജോയ് ചെയ്തിട്ട് പോകണം. ഡോണ്ട് വെറി സാർ, ഞങ്ങളുടെ ഇവന്റ് മാനേജ്മെന്റ് നടത്താൻ പോകുന്ന 46ാമത്തെ കല്യാണം ഞങ്ങളത്. ഇതും ഞങ്ങൾ പൊളിച്ച് കൈ തരും. എന്ത് തള്ളാടി തള്ളണ, 46ാമത്തെ കല്യാണോ? തള്ളാണെങ്കിലും അതിലൊരു സത്യം പറഞ്ഞില്ലേ, പൊളിച്ച് കൈ കൊടുക്കുമെന്ന്. അപ്പോൾ എന്താണ് ഇതിൻ്റെ ബാക്കി പ്രൊസീജിയർ എന്ന് പറഞ്ഞാൽ മതി, ഞങ്ങൾ ചെയ്തോളാം. അഡ്വാൻസ് ഞങ്ങളിപ്പോൾ തന്നെ തരാം. ഡേറ്റും മറ്റു ഡീറ്റെയിൽസും ഞാൻ സെൻഡ് ചെയ്തോളാം. ഓക്കെ സാർ, നിങ്ങൾ ഡേറ്റ് സെൻഡ് ചെയ്താൽ മതി. അപ്പോൾ ഈ മാരേജ് BB ഇവന്റ് മാനേജ്മെന്റ് ഏറ്റെടുത്തിരിക്കുന്നു. നിങ്ങൾ ധൈര്യമായിട്ട് പൊക്കോളൂ. ദേവിയെ, ഇത് ഓപ്പൺ ആക്കിയിട്ട് 4 മാസം കഴിഞ്ഞ ആദ്യത്തെ ബുക്കിംഗ് മിന്നിച്ചേക്കണേ. ഗേൾസ്, അപ്പോൾ ഇത് നമ്മുടെ ആദ്യത്തെ ബുക്കിംഗ് ആണ്. മിഷൻ നമ്പിയാറില്ല. നീയൊക്കെ കൂടെ മണ്ടത്തരം കാണിച്ച് പൊളിച്ചു തരരുത്. നമ്മളിത് സക്സസ് ആക്കണം, കേട്ടല്ലോ? നീ ഒന്ന് വാ അടച്ചു വെച്ച് ആ തള്ളൊന്ന് കുറച്ചാൽ മതി. ഈ ഓർഡർ നമുക്ക് സക്സസ് ആക്കാം. അതെ, നമ്മുടെ ആദ്യത്തെ ബുക്കിംഗ്, നമുക്ക് നല്ലോണം പണിയെടുക്കണം. ഞാൻ എന്തായാലും കോസ്റ്റ്യൂം ഒക്കെ നോക്കാം. പാത്തു, നീ മെഹന്തി നോക്കിക്കോ. അയ്യയുടെ മനമേ, മണിക്കൂറോളം കുനിഞ്ഞു നടന്ന് മെഹന്തി ഇടാനൊന്നും എന്നെ കൊണ്ട് പറ്റൂല. ഞാൻ വേണമെങ്കിൽ ഡെക്കറേഷൻ പരിപാടി നോക്കാം. ബുക്കിംഗ് ഇങ്ങോട്ട് വന്നില്ല, അതിന് മുന്നേ തുടങ്ങിയല്ല. ശരി, ആർക്കും പരാതി വേണ്ട. മെഹന്തി അല്ലേ, ഞാൻ ഇട്ട് കൊടുത്തോളാം. പ്രശ്നം തീർന്നില്ലേ? ആഹാ, നല്ല സൊല്യൂഷൻ. അവിടെ കോലം വരയ്ക്കാനല്ല പോണത്, മെഹന്തി ഇടാനാ. ഏതായാലും കല്യാണം ഒരു തീരുമാനമായി. നിന്നെയൊക്കെ കൊണ്ടല്ലേ ഞാൻ അവിടെ പണിക്ക് പോണത്. ഡാർക്ക് തുടങ്ങുമ്പോ തന്നെ നെഗറ്റീവ് അടിക്കല്ലേ. നമുക്ക് ഈ കല്യാണം അങ്ങ് കളറാക്കാം. നമുക്കൊരു ഒപ്പനയൊക്കെ സെറ്റ് ചെയ്ത് പൊളിക്കാം. എന്നാ പിന്നെ ഒരു മാർഗങ്ങളിലൂടെ സെറ്റ് ആക്കാം. എന്റെ പൊന്നു സർഫി, അത് നമ്പ്യാരില്ലോ, അല്ലാണ്ട് കാതറാക്കാന്റെ വീടല്ല ഒപ്പന കളിക്കാൻ. എന്റെ പടച്ചോനെ, ഇതിനെയൊക്കെ കൊണ്ട് കറക്റ്റായിട്ട് എന്റെ തലയെ കൊണ്ടിട്ടാന്നല്ലോ. ഇനി എന്താവോ എന്തോ. BB ഇവന്റ് മാനേജ്മെന്റ് ഗ്രൂപ്പ്, ഞാൻ ആദ്യമായിട്ടാണ് കേൾക്കണേ. നിങ്ങൾക്ക് അത്രയും ട്രസ്റ്റബിൾ ആയിട്ട് തോന്നുകയാണെങ്കിൽ നമുക്ക് അവിടെ തന്നെ ബുക്ക് ചെയ്യാം. നമ്മുടെ വാസുവിന്റെ പരിചയക്കാരാ, കേട്ടിടത്തോളം വലിയ കുഴപ്പമില്ലെന്നാ തോന്നുന്ന. ഓഫീസും മറ്റു കാര്യങ്ങളൊക്കെ നന്നായിട്ട് തന്നെ ഉണ്ടാവും. അവര് നല്ലോണം പണിയെടുക്കുന്ന എനിക്ക് തോന്നുന്ന. പിന്നെ ഇതിലെ കുറെ നല്ല കാര്യങ്ങളുണ്ട്. നമുക്ക് ഇവളുമാരെയും കൊണ്ട് ഡ്രസ്സ് എടുക്കാനൊന്നും പോണ്ട, അവര് തന്നെ എല്ലാം ചെയ്ത് സെറ്റ് ആക്കും. നമ്മുടെ ഇഷ്ടങ്ങൾ മാത്രം പറഞ്ഞു കൊടുത്താൽ മതി. ഏത് ഇവന്റ് മാനേജ്മെന്റ് ആയാലും ശരി, നമ്മുടെ സച്ചോട്ടിന്റെ കല്യാണം അത് നന്നായിട്ട് നടത്തണം. ഇല്ലെങ്കിൽ ഞങ്ങളൊക്കെ നിങ്ങളെ നോക്കിക്കോ. ഇല്ലടി, അവരെല്ലാം നല്ല പെർഫെക്റ്റ് ആയിട്ട് ചെയ്യും. പിന്നെ നമ്മൾ നാട്ടുകാരെയും വീട്ടുകാരുടെ കാര്യം വരെ അവർ നോക്കിക്കോളും. കറക്റ്റായിട്ട് കൊണ്ടുവരും, അതുപോലെ കൊണ്ടുവിടും. എന്തായാലും ശരി, ഒന്നിനൊരു കുറവ് വരാൻ പാടില്ല. ആരും ഒരു പരാതിയും പറയരുത്. അത് പറഞ്ഞപ്പോഴാ, അല്ലാരിയ നമ്മുടെ പിള്ളേരെ കൊണ്ടുവരുന്ന കാര്യം അത് അവരോട് പറഞ്ഞോ? ആ, അതൊക്കെ ഞങ്ങള് ഏൽപ്പിച്ചിട്ടുണ്ട്. അവർക്ക് അതിന് പ്രത്യേക വാനൊക്കെ ഉണ്ട്. എല്ലാരും അവരുടെ വീട്ടിൽ പോയി പൊക്കിക്കൊണ്ട് വരുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ കൊണ്ട് തന്നെയാ നമ്മൾ അവിടെ തന്നെ ബുക്ക് ചെയ്തത്. മാത്രമല്ല, ഇപ്പോഴത്തെ ഹൈടെക് ആണത്രേ. കല്യാണം വിളിക്കേണ്ട ആൾക്കാരുടെ അഡ്രസ്സ് കൊടുത്താൽ മതി, അവരെ എന്നെ ക്ഷണിച്ചോളും. അല്ല, ശംഭുവിന്റെ ഡാഡി ഒന്നും മിണ്ടിയില്ല. അവിടെ എന്തായി കല്യാണം വിളിയൊക്കെ? ഞാൻ എന്റെ മാനേജറിനെല്ലാം ഏൽപ്പിച്ചിട്ടുണ്ട്. കല്യാണം വിളിയൊക്കെ സ്റ്റാർട്ട് ചെയ്തു. കല്യാണത്തിൽ നിന്ന് വെളുപ്പിനെ ഫ്ലൈറ്റിന് എന്റെ ബന്ധുക്കളൊക്കെ അമേരിക്കയിൽ നിന്ന് ഇവിടെ എത്തും. ഇത്ര പെട്ടെന്ന് കല്യാണങ്ങളൊക്കെ തീരുമാനിച്ചതുകൊണ്ട് അവർക്ക് വെളുപ്പിന് എത്തുന്ന രീതിയിലുള്ള ഫ്ലൈറ്റ് ടിക്കറ്റ് ആയിരിക്കുമല്ലേ ബുക്കായത്. ഏതായാലും അവർക്കൊക്കെ വരാൻ പറ്റിയല്ലോ, അത് എന്നെ സന്തോഷം. അതെ, കണ്ണടച്ച് തുറക്കുന്നതിന് മുന്നിൽ കല്യാണം അങ്ങ് തീരുമാനിച്ച്. കല്യാണം കഴിഞ്ഞ് ശംഭുവും സച്ചുട്ടിയും പോണത് ആലോചിക്കുമ്പോഴാ ഒരു സങ്കടം. അത് പറഞ്ഞപ്പോഴാ, ഞാനിന്ന് സച്ചുട്ടിനെ കണ്ടതേയില്ല. രാവിലെ ഞാൻ പോയപ്പോൾ എഴുന്നേറ്റിട്ടില്ലായിരുന്നു. ഞാൻ വന്നപ്പോഴുള്ള കണ്ടില്ല. ആളെവിടെ? സത്യേട്ടൻ പറഞ്ഞ ശരിയാ. രാവിലെ ചായ കുടിക്കാൻ പുറത്തിറങ്ങിയതാ. പിന്നെ ആള് റൂം വിട്ട് വന്നിട്ടേ ഇല്ല. കല്യാണം ഉറപ്പിച്ചതിന് ശേഷം ആളൊന്ന് പതുങ്ങിയതുപോലെ. ആ, അത് ഞാൻ ശ്രദ്ധിച്ചു. സാധാരണ ഞാൻ വന്നാ ഓടി വരുന്നതാ ആരും അമ്മ എന്നും പറഞ്ഞ്. എന്ന് ചിരിച്ചിട്ട് റൂമിൽ കയറി അങ്ങ് പൊക്കളഞ്ഞു. അത് പിന്നെ അവളുടെ കല്യാണം ഉറപ്പിച്ച്. നീയൊക്കെ കളിയാക്കുമെന്ന് പേടിച്ചിട്ടാ പാവം റൂമിനകത്ത് കയറി ഇരിക്കണ. സച്ചുട്ടിനൊന്ന് ശ്രദ്ധിച്ചു നോക്കിയാൽ അറിയാം, കല്യാണമൊക്കെ ഉറപ്പിച്ചതിന്റെ ഒരു ചന്തം മുഖത്ത് വന്നിട്ടുണ്ട്. ആ, പറഞ്ഞത് ശരിയാ. രാവിലെ ചായ എടുക്കാൻ പോയപ്പോ എന്റെ മുഖത്ത് പോലും നോക്കുന്നില്ല. ഞാൻ എന്തെങ്കിലും കളിയാക്കുമെന്ന് പേടിച്ചിട്ടാണോ ആവോ? ഫസ്റ്റ് ടൈമാ ഞാൻ അവളെ അങ്ങനെ കാണുന്ന.
ഓക്കെ, അവളെല്ലാം ഭംഗിയായിട്ട് നടക്കുന്നില്ലേ? ശരി എന്നാ. ഡാഡി. ശംഭു, നീ ഉറങ്ങിയില്ലേ? എന്തുപറ്റി? സമയം ഒരുപാടായില്ലേ? അത് ഡാഡി വന്നിട്ട് ഞാൻ ഇതുവരെ ഒന്ന് സംസാരിച്ചില്ലല്ലോ, അതാ. ഓ ഗോഡ്, ഡാഡി ആ കാര്യം തന്നെ വിട്ടുപോയി. വന്നിട്ട് ഡാഡി മോനോട് സംസാരിച്ചില്ല അല്ലേ? ബട്ട് ഡാഡി ഇപ്പോ ഒരുപാട് ഹാപ്പിയാ. ഡാഡി. ശംഭു, നിനക്കറിയോ, നിന്റെ മമ്മി നമ്മൾ രണ്ടുപേരെയും വേണ്ടാന്ന് പറഞ്ഞ് നമ്മളെ വിട്ടു പോയപ്പോ അന്ന് ഡാഡി മനസ്സിൽ വിചാരിച്ചതാ നമ്മൾ നല്ല രീതിയിൽ ജീവിച്ച് കാണിക്കൂന്ന്. ഇപ്പൊ നിന്റെ ഇൻവിറ്റേഷൻ കാർഡ് ഞാൻ അങ്ങോട്ട് സെൻഡ് ചെയ്തിട്ടുണ്ട്. അവള് കാണട്ടെ, നമ്മൾ ഒരുപാട് ഹാപ്പിയാന്ന. അവള് നമ്മുടെ കൂടെ ഇല്ലെങ്കിലും നമ്മൾ അന്തസ്സായിട്ട് ജീവിക്കുന്ന അവളും കാണട്ടെ. ആ ഡാഡി, ഒരു മിനിറ്റ്, ഡാഡി ഫോൺ ഒന്ന് ഓഫ് ചെയ്ത് വെക്കട്ടെ. മോനിരിക്ക്, നമുക്ക് സംസാരിക്കാം. ഇല്ല ഡാഡി, ഒരുപാട് സമയമായില്ലേ? ഡാഡി കിടന്നോ, നമുക്ക് പിന്നെ സംസാരിക്കാം. ഗുഡ് നൈറ്റ്. ആ മോനെ, ഗുഡ് നൈറ്റ്. സത്യേട്ടാ, BB ഇവന്റ് മാനേജ്മെന്റിൽ നിന്ന് കോൾ വന്നിരുന്നു. അവര് ഇന്നിവിടെ വരുമെന്ന് പറഞ്ഞിരുന്നു. അവരുടെ പണികൾ ഇന്നോട്ട് തുടങ്ങും അത്രേ. ആണോ? അപ്പോൾ അവർ പറഞ്ഞ പോലെ നേരത്തെ പണി തുടങ്ങുവാണല്ലോ. വരട്ടെ. അമ്പാടി പറഞ്ഞ പോലെ അപ്പോൾ നമുക്ക് കല്യാണത്തിന് ടെൻഷൻ അടിക്കണ്ട. എല്ലാ കാര്യങ്ങളും A to Z അവർ നോക്കുമെന്നല്ലേ പറഞ്ഞേ. അത് മാത്രമല്ല ബാമേച്ചി, വേറൊരു കാര്യം കൂടെ ഉണ്ട്. ഈ ഈവന്റ് മാനേജ്മെന്റ് നടത്തുന്ന മൊത്തം പെൺകുട്ടികളാ. അതുകൊണ്ടാ ആര്യട്ടനും അമ്പാടിക്കൊക്കെ ഇത്രയും ശുഷ്കാന്തി അവരെ പറ്റി പറയുമ്പോ. ഇതാണ് വെറുതെ എന്റെ മക്കളെ പറ്റി കുറ്റം പറയരുത്. അവന്മാരൊന്നും ആ ടൈപ്പൊന്നും അല്ല. നിങ്ങൾ പെണ്ണുങ്ങൾക്ക് അടിപൊളി എല്ലാത്തിനും ഒരു സംശയം. നമ്മുടെ മക്കളൊന്നും അങ്ങനത്തെ ടൈപ്പൊന്നും അല്ല. ആദ്യം ആ കുട്ടികൾ ഇവിടെ വന്ന് പണി ചെയ്യട്ടെ. പണിയൊക്കെ എങ്ങനെയാണെന്ന് നോക്കിയിട്ട് നമുക്ക് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞ് അടി വെച്ചാ പോരെ. ഇതാണ് മക്കളെ നമ്പിയാറില്ല. ഇവിടെയാണ് നമ്മൾ ഇനി ഒരാഴ്ച പണിയെടുക്കാൻ പോകുന്നത്. സർഫിയും പാത്തും അങ്ങോട്ട് പൊക്കോ. അവിടുത്തെ പുല്ലൊക്കെ ചെത്തി അവിടെ ഒന്ന് ക്ലീൻ ചെയ്തോ. ഞങ്ങള് മൂന്നുപേരും ഈ ഭാഗത്തെ കാര്യങ്ങളൊക്കെ നോക്കിക്കോ. പുറം പണി തീർന്നിട്ട് അകമണി തരാം. ഞാൻ എന്നാ അകത്തേക്ക് പോട്ടെ. അയ്യയുടെ മനമേ, ആ പോക്ക് കണ്ടില്ലേ? നമ്മളെ പുറത്ത് ഏൽപ്പിച്ചിട്ട് അവൾ അകത്ത് പോയി സ്റ്റാർ ആവാൻ നോക്ക. അങ്ങനെ വിട്ടാ പറ്റൂല. വാ പിള്ളേരെ, നമുക്ക് പോവാ അവളുടെ കൂടെ. ഗുഡ് മോർണിംഗ് മാം, ഞാൻ ഇവന്റ് മാനേജ്മെന്റിൽ നിന്ന് വരിക. ആ, നിങ്ങൾ വന്നോ? ഇരിക്കേ. മോൻ പറഞ്ഞിരുന്നു ഭാമേ മറ്റേ പന്തൽ പണിക്കാരെത്തി, ഇങ്ങ വാ. അമ്മ, പന്തൽ പണിയല്ല, ഇവന്റ് മാനേജ്മെന്റ്. അതന്നെ ഞാൻ ഉദ്ദേശിച്ച. നിങ്ങളൊക്കെ അല്ലേ ഈ പന്തലൊക്കെ കെട്ടുന്ന. ഇരിക്കട്ടോ, ഞാൻ പിള്ളേരെ വിളിച്ചിട്ട് ഇപ്പൊ വരാം. എല്ലാം അകത്ത് പണിയില്ല. ആഹാ, പന്തല പണിക്കാരി ചാടത്തുള്ളി ഒറ്റയ്ക്ക് വന്നിട്ട് എന്തായി? നിങ്ങളെ പുറയുന്നുണ്ടായിരുന്നു അല്ലേ? പിന്നെ നിന്നെ അങ്ങനെ ഒറ്റയ്ക്ക് വിടാൻ പറ്റില്ലല്ലോ. അതെ, അളവൊക്കെ കറക്റ്റായിട്ട് എടുത്തില്ലേ? പിന്നെ ഡ്രസ്സിന്റെ കാര്യത്തില് ഞങ്ങളെ മൂന്നാൾക്കും ഏകദേശം ഒരുപോലത്തെ കളറൊക്കെ മതി. ഏത് ഫംഗ്ഷൻ വന്നാലും ഞങ്ങൾ അങ്ങനെയാ ഡ്രസ്സ് ചെയ്യല്. മറ്റു രണ്ടുപേരെയും അളവെടുക്കുന്ന സമയത്തും അവര് ഇത് തന്നെയാ പറഞ്ഞത്. ഏതായാലും ഞാൻ ഇത് നോട്ട് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് മൂന്നാൾക്കും ഏകദേശം ഒരുപോലത്തെ കളറേ ഞാൻ എടുക്കുള്ളൂ. വേറെന്തെങ്കിലും വേണമെങ്കിൽ പറഞ്ഞാൽ മതി. ശരി, എല്ലാവരുടെ അളവൊക്കെ എടുത്തില്ലേ? ഇനിയിപ്പോ വേഗം സ്റ്റിച്ചിങ് പരിപാടി തുടങ്ങിക്കോ. അധികം സമയമില്ലല്ലോ. ഇല്ല, ലേഡീസിന്റെ മാത്രമേ കഴിഞ്ഞിട്ടുള്ളൂ. ഇനി ജെന്റ്സിന്റെ ബാക്കിയുണ്ട്. ഞാനാണെങ്കിൽ സത്യേട്ടന്റെ ഒക്കെ അളവെടുക്കാൻ വെയിറ്റ് ചെയ്തിങ്ങനെ ഇരിക്കുക. അത് വേണമെന്നില്ല, അളവല്ലേ, ഞങ്ങൾ തന്നോളാം. ഞങ്ങളുടെ കയ്യിൽ ഓൾറെഡി അതുണ്ട്. അത് കുഴപ്പമില്ല, ഞാൻ അളവെടുത്തോളാം. അളവെടുത്ത് തയ്ക്കുമ്പോഴേ ആ ഒരു സ്റ്റിച്ചിങ് പെർഫെക്റ്റ് ആവുള്ളൂ. അവർക്ക് കറക്റ്റ് ഫിറ്റ് ആവണ്ടേ. ഞാൻ എടുത്തോളാം, എനിക്ക് കുഴപ്പമില്ല. എന്നാൽ ഞങ്ങൾക്ക് കുഴപ്പമുണ്ട്. അത്ര കറക്റ്റ് ഫിറ്റ് ഒന്നും വേണ്ട. ഞങ്ങൾ ഒരളവ് അങ്ങോട്ട് തരാം. മോളതിലങ്ങ് തച്ച് തന്നാ മതി. ഓ പിന്നെന്താ, ഭാമിച്ച് പറയുന്ന പോലെ. അങ്ങനെയാണെങ്കിൽ അങ്ങനെ മതി ശരണേ, അങ്ങനെ മതി. വേഗം നമുക്ക് അടുത്ത പണിയിലോട്ട് പോവാം. ആഹാ, വിചാരിച്ച പോലെയല്ല, പണികൾ വേഗം വേഗം നടക്കുന്നുണ്ടല്ലോ. ഞാനും അത് തന്നെ പറയാൻ വേണ്ടി വന്നത്. ഇവരുടെ ടീം അത് കൊള്ളാം, നല്ല രീതിക്ക് പണിയെടുക്കുന്നുണ്ട്. അല്ല, മറ്റേ കുട്ടി ഇവിടെ ഉണ്ടായിരുന്നല്ലോ, അതെവിടെ പോയി? ഞാൻ ഇപ്പൊ കൂടെ കണ്ടതല്ലേ ഉള്ളൂ. അല്ല, അമ്മ ആരെയായി അന്വേഷിക്കുന്നേ? മറ്റേ ആ പെണ്ണില്ലേ, തയ്യൽക്കാരി, അതെവിടെ? ദേ പോണ്. മോളെ ഒന്ന് നിന്നേ. അമ്മ തയ്യൽക്കാരിയല്ല, ഫാഷൻ ഡിസൈനിങ്. അതാ ഞാൻ ചെയ്യുന്ന. ആണോ? അതൊക്കെ അവിടെ നിൽക്കട്ടെ. മോളെൻ്റെ അളവെടുത്തില്ലേ? ഞാൻ 2-3 തുണി കൂടെ തരാം. മുമ്പെടുത്ത തുണിയാ, ഇതുവരെ ഞാൻ ബ്ലൗസ് തച്ചില്ല. മോള് തക്കുമ്പോ അതുകൂടെ ഒന്ന് തച്ച് തരണേ. തച്ച് തരാം.
ആഹാ, നന്നായിട്ട് പണിയെടുപ്പിക്കുന്നുണ്ടല്ലോ. ഇതിനൊക്കെ ചേർത്ത് ഇവള് ശമ്പളം കൂട്ടി ചോദിക്കോ ആവോ. ഭാമേ, മോക്ക് തലയൊക്കെ തോർത്തി കൊടുത്ത് ഡ്രസ് എടുത്തിട്ട് കൊടുക്ക്. ചെല്ല്. ആ ലീലാമോ, സച്ചുട്ടി വാ. അതെ, അമ്പലത്തിൽ പോയ ആണുങ്ങളൊക്കെ ഇപ്പൊ വരും. അവര് വന്നു കഴിഞ്ഞാൽ ഹൽദി ഫംഗ്ഷൻ സ്റ്റാർട്ട് ചെയ്യും. അതിനു മുന്നേ നമ്മുടെ പിള്ളേരെയൊക്കെ കൊണ്ടുവരണം. അവരെ വിളിക്കാൻ ആള് പോയിട്ടുണ്ടോ? ഹേയ്, ഡോൺ വരി, അതൊന്നും ആലോചിച്ച് ടെൻഷനേ വേണ്ട. നിങ്ങള് ഫംഗ്ഷൻ എൻജോയ് ചെയ്തോ. അവര് ഇപ്പൊ ഇവിടെ എത്തും. ഞങ്ങളുടെ വണ്ടി അവരെ പിക്ക് ചെയ്യാൻ നേരത്തെ പോയിട്ടുണ്ട്. വണ്ടി എത്തിയല്ലോ. ഭാമേ, കലു, നമ്മുടെ പിള്ളേരെത്തി. എല്ലാരും എന്താ അവിടെ നിൽക്കുന്ന? ഇങ്ങോട്ട് കയറി വാ. അല്ല, ബാക്കിയുള്ളവരൊക്കെ എവിടെ പോയി? ഉണ്ട്, കുറെ പേര് ബസ്സിൽ നിന്ന് ഇറങ്ങാൻ ബാക്കിയുള്ളവരൊക്കെ നാളെ മണ്ഡപത്തിലെത്തും. ആഹാ, നമ്മുടെ പിള്ളേരൊക്കെ എത്തിയല്ലോ. എല്ലാരും ഇങ്ങ് കയറി വാ, കാണട്ടെ. ഹായ് അച്ഛമ്മ, ഞങ്ങൾ എല്ലാ എപ്പിസോഡും മുടങ്ങാതെ കാണും. നിങ്ങളെയൊക്കെ ഞങ്ങൾക്ക് വലിയ ഇഷ്ടാ. ആണോ? സന്തോഷം. എന്നാ എല്ലാരും കയറി പോര്, അകത്തേക്ക് ഇരിക്കാം. എല്ലാരും ഇറങ്ങിയില്ലേ? ഇനി ആരും ബസ്സിലില്ലല്ലോ? ഇല്ല, ഞങ്ങളും കൂടെ ഇറങ്ങാനുണ്ട്. അത് ശരി, വേഗം ഇറങ്ങിക്കോ. അവിടെ ഇപ്പൊ ഫംഗ്ഷൻ തുടങ്ങും. ഈ ബസ് തിരിച്ചയക്കാനുള്ളതാ. ആര്യ, അവിടെ എല്ലാം ഓക്കെ അല്ലേ? ഓ എന്റെ ഫിദ, അങ്ങോട്ട് നോക്ക്. എന്റെ സത്യേട്ടൻ എന്ത് രസാ കാണാൻ. എന്റെ പൊന്നു സന, ഭാമേച്ചി കേക്കണ്ട. ഒന്നുമില്ലെങ്കിലും കല്യാണം കഴിഞ്ഞ് നമ്മളെക്കാൾ വലിയ മോളുള്ള ആളാ. ഓ ജറബേ, ആ അങ്കി വരുന്ന വരവ് കണ്ടോ? എനിക്ക് ക്രഷ് അടിച്ചു എന്നാ തോന്നലല്ല, അടിച്ച് നിന്റെ അണപ്പല്ല ഞാൻ താഴെ ഇടും. അവളുടെ ഒരു ക്രഷ്. ഈ വീട്ടിലെ വലിയപ്പാന വരെ അവൾക്ക് ക്രഷാ. മര്യാദക്ക് അവരെവിടെയെങ്കിലും പോയിരിക്കടി. അനുചേച്ചി ആ കൊടുത്തത് നന്നായി. കാണുന്നവരൊക്കെ അവൾക്ക് ക്രഷാ. അതെ, ഇവിടെ നിന്ന് സംസാരിക്കാതെ അങ്ങോട്ട് വാ. അവിടെ പരിപാടി തുടങ്ങി. സച്ചോട്ടി വന്നല്ലോ. മഞ്ഞള് തേക്കാൻ കല്യാണ പെണ്ണെത്തി. അല്ല, കല്യാണ ചെക്കൻ എവിടെ? കല്യാണ ചെക്കൻ കല്യാണ ചെക്കനും എത്തിയല്ലോ. സത്യ, എന്നാ പിന്നെ ഇനി വച്ച് താമസിപ്പിക്കണ്ട. ചടങ്ങ് അങ്ങ് തുടങ്ങിക്കോ. അതെ, മഞ്ഞള പൂശിക്കോ. ഞങ്ങളെന്നെ ഐശ്വര്യമായിട്ട് പോശാം. സത്യ, ഭാമമോളെ മോക്ക് മഞ്ഞൾ തൊട്ട് കൊടുക്ക്. വരുന്നു. സച്ചോട്ടി, ഈ കുഞ്ഞു കണ്ണിലെ പുഞ്ചിരി കണ്ടു ഞാൻ. അല്ല, എല്ലാരും മഞ്ഞൾ തൊട്ട് കൊടുത്തോ? ഇല്ല, അങ്കി ബാക്കിയല്ലേ. ഒന്ന് തൊട്ട് കൊടുക്ക്.
മങ്കേട്ട ഇതാ മഞ്ഞള്. मारे पास आव रे जुगनू मारे पास आ എല്ലാരും തൊട്ടുകൊടുത്ത സ്ഥിതിക്ക് ഇനി നമുക്ക് ചെക്കന്റെ ദേഹത്ത് മഞ്ഞ പൂശാം. ഏയ് എന്റെ ദേഹത്ത് വേണ്ട അച്ഛാ, അത് പറഞ്ഞാൽ ശരിയാവില്ല. തുടങ്ങാം. കല്ലുമോളെ നീ തന്നെ തുടങ്ങിക്കോ. ഞാനോ? इश्क तेरा नाम इश्क मेरा नाम എനിക്ക് तेरा नाम इश्क मेरा नाम तेरा नाम मेरा नाम इश्क ये लाल इश्क ये मलाल ഇതെന്താ പിള്ളേരെ, നിങ്ങൾ ഇങ്ങനെ ഉറക്കം ഇരിക്കുന്ന? ഒന്ന് ഉഷാറാവ്. അതെ, എന്നാ പിന്നെ ഉഷാറായാലോ. കണ്ണിലിന്നും ഒരു മിന്നാമിന്നി കുഞ്ഞു തുമ്പിയായി മിന്നും ഇവളി നെഞ്ചിലിന്നും എന്നോമൽ കുഞ്ഞാണേ പിച്ച വെച്ചരാ നേരം തൊട്ടേ എന്തിരൽ തുമ്പിലെന്നും തൂങ്ങി കുഞ്ഞു മോഹങ്ങൾ കാണും പെണ്ണാടേ. നിൻ കുറുമ്പുകൾ കുറുതലോടലായി കൂട്ടുനിന്ന കാലം ഈ കുഞ്ഞു കണ്ണിലെ പുഞ്ചിരി കണ്ടു ഞാൻ. വർണ്ണമേറിയ മുങ്ങൾ ചേരും മാറി വെള്ളിനഴകേ മൈലാഞ്ചി രാവിൽ നാളം കണ്ണില്ലേ ഇന്ന് നിന്നെ പുഞ്ചിരിക്കിതാ പഞ്ചു വന്ന കാലം ഷഹനായി പാടുവാൻ കൂട്ടി അതെ പാത്തു, പാട്ട് പുത്തകം നല്ലത് തന്നെ. ഇങ്ങനെ കളിച്ചു നടന്നോ. അടുത്ത് മെഹന്തി വേണ്ടത് നീയാ. വേഗം പോയി മെഹന്തിയൊക്കെ എടുത്തോണ്ട് വാടി. അതെ, ഉള്ള കാര്യം ഞാൻ പറയാം. ഒരു കൈയിട്ട് തീരുമ്പോ തന്നെ നേരം വെളുക്കും. എന്നെ കൊണ്ട് ഒറ്റയ്ക്ക് പറ്റില്ല, ആരെങ്കിലും കൂട്ടിന് വേണം. ആ, നീ ഇങ്ങനെ പറയുന്നത് എനിക്ക് നേരത്തെ അറിയാമെന്നോ, അതുകൊണ്ട് ഞാൻ അതിന് നല്ലൊരു വഴി കണ്ടിട്ടുണ്ട്. ദാ ഇത് ഫെബീന. ആ പിള്ളേരുടെ കൂടെ തന്നെ ഞാൻ ഇവളെ എങ്ങ് പൊക്കി. ഇവളെ നന്നായിട്ട് മൈലാഞ്ചിടും, നിന്നെ ഇവള് നന്നായിട്ട് സഹായിക്കും. ഓ, പണിയെടുക്കണ്ടെന്ന് വിചാരിക്കുമ്പോ ആരെങ്കിലും പൊക്കിക്കൊണ്ട് വരും. ശരി, എന്നാ വാ. സിധു, ഭക്ഷണത്തിന് കുഴപ്പമൊന്നുമില്ലല്ലോ? എല്ലാവർക്കും ഇഷ്ടമായില്ലേ? വയറ് നിറച്ച് എല്ലാവരും കഴിപ്പിച്ചിട്ട് വേണം വിടാൻ. ഏയ് അതിലൊന്നും നമ്മൾ ടെൻഷൻ അടിക്കേണ്ട. അതൊക്കെ അവര് നല്ല വെടിപ്പായിട്ട് നോക്കുന്നുണ്ട്. ഭക്ഷണമൊക്കെ നല്ല ടേസ്റ്റും ഉണ്ട്. അല്ല സിദ്ധു, ഇവരല്ലേ പറഞ്ഞ എന്റർടൈൻമെന്റ്സിന്റെ പാട്ടുണ്ട് ഊത്തുണ്ടെന്നൊക്കെ? ഇതുവരെ അതൊന്നും കണ്ടില്ലല്ലോ. ആ, അന്ന് നമ്മൾ ബുക്ക് ചെയ്യാൻ പോയപ്പോ ഇവരങ്ങനെയല്ലേ പറഞ്ഞത്? ആളിറക്കി വലിയ പാട്ട് പരിപാടിയൊക്കെ ഉണ്ടെന്ന്. എന്തായാലും ചോദിച്ചിട്ട് എന്നാ കാര്യം? ഏയ് അമ്പാടി, ഇല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല, പോട്ടെ. ഏയ് സത്യേട്ടാ, അവൻ പോയി ചോദിക്കട്ടെ. പാട്ടൊക്കെ നല്ല രസമല്ലേ? ഏയ് നിക്ക്, നിങ്ങളല്ലേ പറഞ്ഞ മെഹന്തി നൈറ്റിന് പാട്ടുണ്ട്, പുറത്ത് നാളെ ഇറക്കുന്നൊക്കെ. എന്നിട്ട് ആൾക്കാരെയും കണ്ടില്ല, പാട്ടൊന്നും കണ്ടില്ലല്ലോ. എന്തു പറ്റി? എന്റെ പൊന്നു ചങ്ങായി, നിങ്ങൾക്കിപ്പോ എന്താ വേണ്ട? പാട്ടല്ലേ വേണ്ടത്? ഞാൻ പാടിത്തരാം. നെഞ്ചിനുള്ളിൽ നീയാണ്, കണ്ണുമുന്നിൽ നീയാണ്. മിണ്ടാതിരിക്കടി. പാട്ടല്ലേ, ഇപ്പൊ സെറ്റ് ചെയ്ത് തരാം. ഒരു 5 minutes. ആ ഓക്കെ ഓക്കെ, 5 മിനിറ്റ് കഴിഞ്ഞ് കണ്ടില്ലെങ്കിൽ ഞാൻ ഒരു വരം കൂടെ വരും ഇങ്ങോട്ട്. നീ എന്തിനാടി എന്റെ വാ പൊത്തി പിടിച്ചിരിക്കുന്ന? നിന്റെ ശുദ്ധ സംഗീതം കേട്ട് ഇവരുള്ളവർ ഓടാതിരിക്കാൻ. അത്രയ്ക്ക് നല്ല രസ. അല്ല, നീ എങ്ങനെയാ 5 മിനിറ്റിനുള്ളിൽ പാട്ടുകാരെ സെറ്റാക്കണ? അതിന് നമ്മുടെ കയ്യിൽ ഓർക്കസ്ട്ര ഒന്നും ഇല്ലല്ലോ. നമ്മുടെ കയ്യിലില്ല, പക്ഷേ ഈ കൂട്ടത്തിലുണ്ടാവുമല്ലോ. ആ പിള്ളേർ സെറ്റ് ചെയ്ത് നമുക്ക് പാട്ട് പാടുന്നവരെ നോക്കി പൊക്കാം. വാ. ഹലോ എവരിവൺ, നമ്മുടെ ഈ മെഹന്തി നൈറ്റ്സിൽ നമുക്ക് കുറച്ച് എന്റർടൈൻമെന്റ് ആയാലോ? ദാറ്റ് മീൻസ് നമുക്ക് കുറച്ച് മ്യൂസിക് കേൾക്കാം. എല്ലാരും റെഡി അല്ലേ? ഓൾറെഡി കഴിവ് തെളിയിച്ച കലാകാരന്മാരെ കൊണ്ടുവരുന്നതിനേക്കാൾ നമുക്കിടയിലെ കഴിവേറികളെ നമുക്ക് മുന്നോട്ട് കൊണ്ടുവരാം. നിങ്ങൾക്കിടയിൽ നിന്ന് ഞങ്ങൾ കണ്ടെത്തിയ ഗായികയെ നിങ്ങൾക്ക് വേണ്ടി പാടാൻ വിളിക്കാം. എനിക്ക് സ്റ്റേജിലൊന്നും പാടി എക്സ്പീരിയൻസ് ഇല്ല, എന്നാലും ഞാൻ ട്രൈ ചെയ്യാം. പൂവിൽ തോന്നും വാസം அதுதான் ராகமோ, இளம் பூவை தோன்றும் ராகம் அதுதான் தாளமோ, அழகின் ஆசைகள் மலரின் கோலங்கள், குயிலோசையின் பரிபாஷைகள், அதினாலுமே வரவேற்புகள்
പുത്തം പുതുകാലേ. ഇത്രയും നേരം എന്നെ സഹിച്ചതിന് താങ്ക് യു. നല്ല ഗൈഡ് നമുക്ക് ചിപ്പൂന് കൊടുക്കാം. ഇനി അടുത്ത് ഞങ്ങൾക്കിടയിൽ നിന്ന് ഒരു ഗായികയെ ഞാൻ ഇങ്ങോട്ട് വിളിക്കാം, സർഫി. എല്ലാവരും കൈയടിച്ച് പ്രോത്സാഹിപ്പിച്ചോ. എനിക്കങ്ങനെ സിനിമ പാട്ടൊന്നും പാടിയ എക്സ്പീരിയൻസ് ഇല്ല. ഞാൻ വേണമെങ്കിൽ ഒരു മാപ്പിള പാട്ട് പാടാം. ഇവിടെ അങ്ങനെയൊന്നുമില്ല, എന്തും പോവും. ധൈര്യമായിട്ട് പാടിക്കോ. ഓക്കെ. ഇത്രയും നേരം എന്നെ സഹിച്ചതിന് താങ്ക് യു സോ മച്ച്. അടുത്തതായിട്ട്, അല്ലെങ്കിൽ വേണ്ട, നമ്മളെന്നെ ഇങ്ങനെ പാടിയാൽ എങ്ങനെയാ? പെൺവീട്ടുകാർക്ക് എന്തെങ്കിലും കഴിവുണ്ടോ എന്ന് നമ്മൾ അറിയണ്ടേ? പറയൂ, നിങ്ങൾക്ക് എന്താണ് കഴിവുള്ളത്? അത് ശരി, മോക്ക് ഞങ്ങളെ പറ്റി അറിയാത്തോണ്ട. ഞങ്ങളുടെ വീട്ടിലെ ആൾക്കാരുടെ പാട്ടൊക്കെ വളരെ ഫേമസാ. സച്ചുട്ടിയും അങ്കിയൊക്കെ നന്നായിട്ട് പാടും. സച്ചു മോളെ ഒരു പാട്ടങ്ങ് പാട്. ഏയ്, ഞാനൊന്നുമില്ല, എനിക്കങ്ങ് പാടാൻ വയ്യ. നിങ്ങളൊക്കെ പാടിയാൽ മതി, ഞാൻ കേട്ടോളാം അച്ചച്ച. അതൊന്നും പറഞ്ഞാൽ പറ്റില്ല, നീ പാടണം. നീ പാടിയില്ലെങ്കിൽ ഞങ്ങൾ അങ്കിയെ കൊണ്ട് മറ്റേ പാട്ട് പാടിക്കും. നിന്നെ കളിയാക്കി അവൻ പാടുന്ന പാട്ടില്ലേ, ആരെന്ത് പാടിയാലും എനിക്കൊരു കുഴപ്പമില്ല. ഒരു കുഴപ്പമില്ലാന്ന് നീ വെറുതെ പറയുന്നതാ. ആ പാട്ട് കേൾക്കുമ്പോ നിനക്ക് ചൊറിഞ്ഞു വരും. അത് ഞങ്ങൾക്ക് നന്നായിട്ട് അറിയാം. സിദ്ധുമാമ വെറുതെ എന്തിനാ, വിട്ടേക്ക്, വേറെ ആരെങ്കിലും പാടിക്കോളും. അങ്കി ഇത് ലാസ്റ്റ് ചാൻസാ. അവള് നാളെ കെട്ടിപ്പോവും. പിന്നെ നിനക്ക് അവളെ കളിയാക്കി പാടാനൊരു അവസരം കിട്ടിയെന്ന് വരില്ല. അതുകൊണ്ട് ഇന്ന് വേണമെങ്കിൽ നീ കളിയാക്കി പാടിക്കോ. എല്ലാ പ്രാവശ്യവും നീ പാടുമ്പോൾ അടി കൊള്ളൂലേ? ഇന്ന് എന്തായാലും അവള് മണവാട്ടിയാ, നിന്നെ ഓട്ടിച്ചിട്ട് അടിക്കാനൊന്നും വരൂല. ധൈര്യമായിട്ട് നീ പാടിക്കോ. ഇവനെന്താ അനങ്ങാ നിൽക്കുന്നത്? ഇവൻ പാടിയില്ലെങ്കിൽ വേണ്ട, നമുക്ക് തുടങ്ങാം. ലാസ്റ്റ് ലൈൻ ഇവൻ എന്തായാലും പാടും, അത് ഉറപ്പാ. മണിക്കുട്ടി, ആ പാട്ട് പാടി എന്നെ ദേഷ്യം പിടിപ്പിക്കാൻ നോക്കുകയാണെങ്കിൽ ഞാൻ ദേഷ്യപ്പെടില്ല. ആ പാട്ടൊന്നും ഇപ്പൊ എന്റെ രോമത്ത് പോലും ഏക്കില്ല. ഓഹോ, അങ്ങനെയാണെങ്കിൽ ആര്യ നീ തുടങ്ങടാ. ഓക്കെ അച്ഛാ. വരുന്നു വരുന്നു മഹാറാണി വരുന്നു, എരിഞ്ഞും നിറഞ്ഞും മലർകാലം വിരിഞ്ഞു, ദൈവമേ, ഇവൻ പാടില്ലെന്ന് പറഞ്ഞവ പാടുകയും ചെയ്തു. ദേഷ്യം വരില്ല എന്ന് പറഞ്ഞോളൂ, ദേഷ്യത്തിൽ നോക്കുകയും ചെയ്യുന്നു. പോരാ പോരാ താനാ വരുവാ മെതപ്പുല തിരിഞ്ഞ, പൊന്നുമോനെ, ജീവൻ വേണമെങ്കിൽ ഓടി രക്ഷപ്പെട്ടോ, അവള് നിന്നെ കൊല്ലും. ഇവനോടെയാലും ഇല്ലെങ്കിലും ഞാൻ ഇവനെ കൊല്ലും. അതിന് ഞാൻ നിന്നല്ലേ? നീ നിന്നില്ലെങ്കിൽ ഓടി ചെടി ഞാൻ പിടിക്കും. നിക്കട അവിടെ, നിക്കരു മോളെ. കൊച്ചനാപരി മര്യാദക്ക് നിക്കട ആടാതെ. ബോഡി ഷീമടി, ഞാൻ നിക്കൂല. മര്യാദക്ക് നിന്നു, എന്നെ അറിയാലോ നിനക്ക്. നിക്കട അവിടെ. ആ എന്റെ ചെവി. സോറി പറയടാ. സോറി സോറി സോറി. അന്ത ഭയം എടുക്കണം, മനസ്സിലായോ? സച്ചുട്ടി, മാറി നിക്കട. അല്ല, സമയം ഒരുപാടായി. ഗസ്റ്റ് ഒക്കെ പോയി തുടങ്ങി. പിള്ളേരെ നമുക്ക് പറഞ്ഞിടണ്ടേ അച്ഛാ? അത് ഞാൻ ചോദിക്കാൻ വരുമായിരുന്നു. അല്ല, ആ ഇവന്റുകാരോട് ചോദിച്ചു നോക്ക്, ബസ് വന്നോന്ന്. പിള്ളേരെ വീട്ടിലെത്തിക്കണ്ടേ? ബസ്സൊക്കെ ഷാർപ്പ് ടൈമിൽ എത്തിയിട്ടുണ്ട്. അവര് പോവാൻ വേണ്ടി കേറുക. അപ്പൊ നമുക്ക് കല്യാണത്തിന് കാണാം. അഖിലേട്ട, നമുക്ക് നാളെ മണ്ഡപത്തിൽ കാണാം. അഖിലേട്ടൻ കല്യാണത്തിന് വരുമല്ലോ അല്ലേ? പിന്നെ ഞാൻ വരാതിരിക്കോ? അല്ല, നിങ്ങളൊക്കെ കല്യാണത്തിന് കാണില്ലേ? ഇവരാരും ഇല്ലെങ്കിലും ഞാൻ കല്യാണത്തിന് വരും. അഖിലേട്ടൻ എന്തായാലും അവിടെ വരണം. അഖിലേട്ടൻ വന്നാലേ നീ കല്യാണത്തിന് വരുള്ളൂ. മര്യാദയ്ക്ക് ഒലിപ്പിച്ചോണ്ടിരിക്കാതെ കേറിപ്പൊടി ബസ്സിനകത്ത് ചക്കിക്കൊട്ടി. ഷടാ, ഇതിപ്പോ ഇവിടെ പൊട്ടി മുളച്ച അല്ല, ഇതാ പോവല്ലേ. നാളെ കാണാം.
സത്യ, നിന്റെ പണിയൊന്നും ഇതുവരെ കഴിഞ്ഞില്ലേ? പോയി ഡ്രസ്സൊക്കെ മാറി കിടന്നുറങ്ങാൻ നോക്ക്. പെണ്ണിന്റെ അച്ഛനാ, നാളെ ഉറക്കൊന്നും നിൽക്കാനൊന്നും പറ്റൂല. ഇനി എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് നാളെ ചെയ്യാം. ആ അച്ഛാ, ഞാൻ റൂമിലേക്ക് പോവാം. അല്ല, അവരൊക്കെ കിടന്നുറങ്ങിയില്ലേ? അച്ഛൻ എന്ത് ചെയ്യാ? മെഡിസിനൊക്കെ കഴിച്ചില്ലേ? ചെന്ന് കിടന്നോ. ഗുഡ് നൈറ്റ്. ആഹാ, ഇതെന്താണ് കണ്ണടയുടെ മുന്നിൽ? നീ ഇതുവരെ ഡ്രസ്സൊന്നും മാറി കിടന്നില്ലേ? നാളെ നേരത്തെ എഴുന്നേക്കാനുള്ളതാ. ചെന്ന് ഡ്രസ്സ് മാറിയിട്ട് വാ. സത്യേട്ടാ, എന്തു പറ്റി? സച്ചൂട്ടിന്റെ കല്യാണം നാളെ കഴിഞ്ഞ പിന്നെ 2 ദിവസത്തിനകത്ത് അവൾ അമേരിക്കയിലേക്ക് പോവല്ലേ? അവളെ കാണാണ്ട് നമ്മൾ എങ്ങനെ ഇരിക്കും? അവള് പോട്ടെ. അവളുടെ ആഗ്രഹമല്ലേ അവിടെ പോയി ജോലി ചെയ്യണമെന്ന്. പൊക്കോട്ടെ. പക്ഷേ 4 വർഷം കഴിഞ്ഞല്ലേ ഇനി കാണാൻ പറ്റുള്ളൂ. ഭാമേ, ഇങ്ങ വാ. 4 വർഷം പെട്ടെന്ന് കടന്നു പോവും. നിന്റെ കൂടെ ഞാനില്ലേ, പിന്നെന്താ? സച്ചൂട്ടി കുളിച്ചെങ്കിൽ കയറി വാ. ലീലേച്ചി, ബന്ധുക്കളൊക്കെ വന്നു തുടങ്ങിയല്ലോ. കുട്ടികളൊക്കെ റെഡിയായോ ആവോ? അവരൊക്കെ റെഡി ആയിക്കൊണ്ടിരിക്കുക. അല്ല, ഇവരൊക്കെ ഇങ്ങനെ ഇങ്ങോട്ട് വരുന്ന ഡയറക്റ്റ് മണ്ഡപത്തിലോട്ട് പോവാനല്ലേ നമ്മൾ പറഞ്ഞത്? അടുത്ത ബന്ധമാണ് അയൽവാസി എന്നൊക്കെ പറഞ്ഞ് ഇവിടെ ആൾക്കാർ വരും. സാരല്ല, കുറച്ച് കഴിയുമ്പോൾ മണ്ഡപത്തിലേക്ക് നമുക്ക് പറഞ്ഞു വിട്ടോളാം. നീ വാ. നിനക്ക് അന്നട ഭ്രാന്തുണ്ടോ? അവൻ എങ്ങനെ വായി നോക്കിക്കൊണ്ട് നിൽക്കാൻ? അഖിലെ, ഇങ്ങോട്ട് കഴിഞ്ഞ സച്ചൂട്ടി അവന്റെ ഭാര്യയെ ലൈഫിലെ ഫസ്റ്റ് ടൈം തോന്നുക അവനായിട്ട് ജനിച്ചിരുന്നെങ്കിൽ മതിയായിരുന്നു എന്ന്. ഇവന്റെ സങ്കടം കണ്ടിട്ട് സഹിക്കാനല്ലോ ഈ കല്യാണം മുടക്കാൻ എന്തെങ്കിലും ചെയ്യേണ്ടി വരുമോ? ഞാൻ ചെറിയ എനിക്ക് ഇത്രയും മേക്കപ്പ് ഒന്നും വേണ്ട, മതി. എടാ ശംഭു, കല്യാണ ചക്കനാ നീ. ഇന്ന് കുറച്ച് മേക്കപ്പ് ഒക്കെ ആവാം. അതെ, എല്ലാവരുടെ കണ്ണും ഗ്രൂമിലും ബ്രൈഡിലും ആയിരിക്കും. നിങ്ങളെ നന്നായി നിൽക്കണ്ടേ, അല്ലേ? അതെ, മേക്കപ്പ് ഇല്ലെങ്കിലും അവൻ സുന്ദരന, അല്ലേ ശംഭു? അല്ല, പെണ്ണവിടെ റെഡി ആയി കഴിഞ്ഞോ അമ്പു? രാവിലെ തുടങ്ങിയ മേക്കപ്പാ. വൈറ്റ് വാഷിംഗ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ടാവും. എന്തായാലും വാ, ചെക്കൻ പരിപാടി കഴിഞ്ഞില്ലേ? ഇനി നമുക്ക് പെണ്ണിന്റെ കാര്യം പോയി നോക്കിയിട്ട് വരാം. ശംഭു, നമ്മുടെ ആൾക്കാരൊക്കെ എയർപോർട്ടിൽ എത്തിയെന്ന് പറഞ്ഞു. ഡാഡി ഒന്ന് കോൾ ചെയ്തിട്ട് വരാം. മോനോട് ഇരിക്കേ. ആഹാ, മേക്കപ്പ് ഒക്കെ കഴിഞ്ഞപ്പോ സുന്ദരി കുട്ടി ആയിട്ടുണ്ട്, അല്ലേ സത്യേട്ടാ? അവളല്ലേലും ഡാഡിയുടെ സുന്ദരിയല്ലേ? അല്ല, ഇത് ബാൻഡ് ഉടുപ്പിട്ട് ബുള്ളറ്റി പറയണ സച്ചൂട്ടി തന്നെയാണോ? മിണ്ടാതിരിക്കാരിയേട്ടാ, ശരിക്കും നല്ല ഭംഗിയുണ്ട്. കണ്ണു കിട്ടാതിരിക്കട്ടെ. മതി മതി, എന്നെ പൊക്കിയത് മതി. എനിക്ക് നിങ്ങൾ ആരെയും വിശ്വാസമില്ല. കല്ലുമോളെ, നീ പറ, എങ്ങനെയുണ്ട് ചേച്ചീനെ കാണാൻ? സച്ചുച്ചിനെ കാണാൻ ശരിക്കും സുന്ദരി ആയിട്ടുണ്ട്, നല്ല ഭംഗിയുണ്ട്. കല്ലുമോള് പറഞ്ഞ ശരിയാ, ശരിക്കും നിന്നെ കാണാൻ നല്ല ഭംഗിയുണ്ടടി. അല്ല സിധു, കല്യാണ ചെക്കൻ എന്തായി? അവൻ റെഡിയായോ? ശംഭു എപ്പോഴും റെഡിയായി. ഞങ്ങൾ അവനെ റെഡിയാക്കിയിട്ട് സച്ചുട്ടിനെ കാണാൻ വേണ്ടി ഇങ്ങോട്ട് പോകുന്നു. അതെ, കറക്റ്റ് 35 മിനിറ്റ് ആകുമ്പോ ഇവിടെ നല്ലൊരു മണ്ഡപത്തിലെത്തണം. മുഹൂർത്തം നേരത്തെയാണ്, അറിയാലോ. ഇവിടെ രാവിലെ വന്ന ബന്ധുക്കളൊക്കെ ഇപ്പൊ മണ്ഡപത്തിലേക്ക് ഞങ്ങൾ അയച്ചിട്ടുണ്ട്. നിങ്ങളും വേഗം ഇറങ്ങണം. നമ്മളൊക്കെ റെഡി ആയില്ലേ സച്ചോട്ടി? എന്നാ വേഗം അച്ഛൻ്റെ അച്ഛമ്മയുടെ കാല് തൊട്ട് അനുഗ്രഹം വാങ്ങിച്ചോ. ശരി മണിക്കുട്ടി.
സിദ്ധു വല്യച്ഛൻ പറഞ്ഞു ശംഭുവേട്ടൻ കല്യാണത്തിന് റെഡി ആയിരിക്കാന്ന്. ഒന്ന് കാണാന്ന് വെച്ചു. കല്ലു, ഞാൻ കരുതി ഇനി നീ എന്നോട് സംസാരിക്കുകയില്ലെന്ന്. കഴിഞ്ഞ 2 ആഴ്ച നിന്നെ മുഖത്ത് നോക്കിയിട്ടില്ലല്ലോ. മനസ്സിനെ പ്രത്യേകം പറഞ്ഞ് പഠിപ്പിക്കായിരുന്നു ശംഭുവേട്ടനെ കാണാനോ സംസാരിക്കാനോ പാടില്ല എന്ന്. പക്ഷേ ശരിക്കും എന്നെ കൊണ്ടത് പറ്റണില്ല. കല്ലു, മോക്ക് എല്ലാ അനുഗ്രഹവും ഉണ്ടാവട്ടെ. എന്നേക്ക്. സച്ചോട്ടി, ഇനി അച്ഛൻ്റെ അമ്മയുടെയും കാല് തൊട്ട് അനുഗ്രഹം വാങ്ങുമോളെ. ചെല്ലു. ഡാഡി, മമ്മി. ഡാഡിയുടെ മോക്ക് എപ്പോഴും നല്ലത് മാത്രമേ വരൂ. ശംഭുവേട്ട ഇപ്പോഴും വൈകിട്ടില്ല. ഇവരോടൊക്കെ പറഞ്ഞ് ഈ കല്യാണം നടത്തിക്കൂടെ? എനിക്ക് പറ്റാത്തതുകൊണ്ടല്ലേ. കല്ലു, എന്നെ കൊണ്ട് അതിന് പറ്റില്ല. ഇപ്പൊ കല്യാണം അത് അത്യാവശ്യമായിട്ട് നടന്നേ പറ്റുള്ളൂ. എന്നെ നീ മറക്കണം. സച്ചോട്ടി എല്ലാരെ കാലം തൊട്ട് അനുഗ്രഹമൊക്കെ വാങ്ങിയില്ലേ? എന്നാ നമുക്കിനി ഇറങ്ങിയാലോ? എന്നാ നിങ്ങളൊക്കെ ഇറങ്ങ, ഞാൻ പോയി ശംഭുവിനെ വിളിച്ചിട്ട് വരാം. ചിരപ്പ വേണ്ട, ശംഭുവിനെ ഞാൻ വിളിക്കാം. ഞാൻ അവൻ എന്നെയും ഇതുവരെ കല്യാണ ആവശ്യത്തിൽ കണ്ടില്ല. ഞാൻ പോയി വിളിച്ചിട്ട് വരാം. അവൾക്ക് അവനെ കാണാണ്ട് സമാധാനം ഇല്ലാന്ന് തോന്നുന്നു. പാത്തുവേ, ഈ ചെയറൊന്നും ഇതുവരെ അടുക്കി വെച്ചില്ലേ? എനിക്കങ്ങ് വയ്യ. നമ്മൾ ഒരുപാട് പണിയെടുത്തില്ലേ? ഇത് അവര് ചെയ്തോളും. എന്നാ ഇവിടെ നിൽക്കണ്ട, പതുക്കെ മുങ്ങാം. ബാ. അല്ല, ഇതൊന്നും ആരും അടുക്കി പറക്കി വച്ചില്ലേ? വച്ചില്ലേന്ന് ചോദിക്കുന്ന സമയമുണ്ടെങ്കിൽ അനക്കിതൊക്കെ ഒന്ന് അടുക്കി പറക്കി വെച്ചൂടെ? വെറുതെ അല്ല സർഫിയും പാത്തുവും ഇത് കണ്ടിട്ട് ഓടിയത്. നമുക്ക് ഇവിടുന്ന് പോവാം, ഇല്ലെങ്കിൽ ഇത് നമ്മുടെ തലയിലാവും. ശരിയാ, അനു വന്നാ ഇത് നമ്മുടെ തലയിലാവും. അതിനു മുന്നേ നമുക്ക് ഇവിടുന്ന് പോവാം. സച്ചോച്ചിനെ അങ്ങനെയൊന്നും കണ്ടില്ല. നല്ല ഫ്രണ്ടാണെന്നല്ലേ പറഞ്ഞ. എന്നിട്ടിപ്പോ കല്യാണം കഴിക്കാൻ ശംഭുവിന് എങ്ങനെയാ തോന്നണ? കല്ലു, നിനക്ക് ഞാൻ പറഞ്ഞ മനസ്സിലാവില്ല. എനിക്ക് വേറൊരു വഴിയില്ല. ഈ കല്യാണം അത് മുടക്കാൻ പറ്റില്ല. സാരല്ല, ശംഭുട്ടൻ കല്യാണം കഴിച്ചോ? കല്ലു, നീ എന്നെ മറക്കണം. ശംഭുട്ടൻ മറക്കണമെങ്കിൽ ഈ കല്ലു മരിക്കണം. എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമാണ് നിങ്ങളെ. കല്ലു, ദൈവത്തോർത്ത് നീ അങ്ങനെയൊന്നും പറയരുത്. ഏയ്, എന്നെ പറ്റി ഇനി ശംഭുട്ടൻ ചിന്തിക്കണ്ട. ഒക്കെ പോയി കല്യാണം കഴിച്ചോ? എനിക്കൊരു തീരുമാനം എടുക്കാൻ പറ്റാത്തോണ്ടാ. എന്നാ ഞാനൊരു തീരുമാനം എടുക്കാം. എന്ത് പറ്റി ശംഭു? നീ കരഞ്ഞോ? കണ്ണൊക്കെ നിറഞ്ഞിരിക്കുന്നല്ലോ. ഇല്ല, കണ്ണില് പൊടി പോയതാ. ഒരു വാക്ക് എന്നോട് പറഞ്ഞിരുന്നെങ്കിൽ ഈ വേഷം ഞാൻ കെട്ടില്ലായിരുന്നു. സച്ചു, ഞാൻ പലതവണ പറയാൻ വന്ന, പക്ഷെ എനിക്ക് പറ്റുന്നുണ്ടായിരുന്നില്ല. വേണ്ടി പോരുത്. ഞാനെല്ലാം തുറന്ന് പറയുമ്പോഴെങ്കിലും നിനക്ക് എന്നോട് പറയായിരുന്നില്ലേ? ഒക്കെ പോട്ടെ, കല്ലുമോളെ, നിനക്കെങ്കിലും എന്നോട് ഇതൊന്ന് പറഞ്ഞൂടായിരുന്നോ? എക്സാം കഴിഞ്ഞ് സച്ചേച്ചിയോട് പറയാനിരിക്കായിരുന്നു. അപ്പോഴാ വലിയ മാവൻ നിങ്ങളുടെ കല്യാണം ഉറപ്പിച്ച്. ഇപ്പോഴെങ്കിലും ഇത് എനിക്ക് അറിയാൻ പറ്റിയല്ലോ. സച്ചു, ഈ അവസാന നിമിഷം നീ എന്താ ചെയ്യാൻ പോകുന്ന? ഇവിടെയുള്ളവരെ ഒരിക്കലും നമ്മളെ വിഷമിപ്പിക്കാൻ പാടില്ല. എനിക്ക് ഇതിനെക്കുറിച്ച് ചിന്തിക്കാൻ കഴിയില്ല. നീയും ആങ്കിയും ഒക്കെ കണക്കാം. എനിക്കറിയാം എന്ത് വേണമെന്ന്. അത് ശരി, അവറ്റകള് ഇതൊന്നും ഒതുക്കാതെയാണോ പോയത്? ഇനിയിപ്പോ എന്ത് ചെയ്യും? എടാ, നീ ഇതെങ്ങോട്ട് പോവാ? നിക്ക്. ഈ ദിവസം എങ്ങനെയെങ്കിലും ഒന്ന് കഴിഞ്ഞു കിട്ടിയാൽ മതിയായിരുന്നു. നമുക്ക് കല്യാണം കാണണ്ടേ? ആഹാ, ഇവന്മാരിവിടെ ഉണ്ടായിരുന്നോ? ഇവന്മാരെ കൊണ്ട് തന്നെ ഇത് ചെയ്യിപ്പിക്കാം. സഹോദര, നിങ്ങൾ വെറുതെ നിൽക്കുകയാണെങ്കിൽ ഈ ചെയറൊക്കെ ഒന്ന് അടുക്കി വെക്കോ? ഓ, അതിനെന്താ, ഞങ്ങൾ ചെയ്തോളാം. ചേച്ചി പൊക്കോ. ഹൗ സ്വീറ്റ്. താങ്ക് യു. ബൈ. നാണില്ലട തെണ്ടി. ആരെങ്കിലും വന്ന് ചിരിച്ചു കാണിച്ച അപ്പൊ വീണോളണം. എടാ, ഒരു കൈ സഹായമല്ലേ? അതിലിപ്പോ എന്താ കുഴപ്പം? വാ, നമുക്കൊന്ന് അടുക്കി വെക്കാം. ഡാഡി. സച്ചൂട്ടിയതല്ലോ, നമുക്ക് ഇറങ്ങാം. അല്ല സച്ചു, ശംഭു അവിടെ കല്ലുമോളയും കാണുന്നില്ലല്ലോ. ദേ വന്നല്ലോ. എന്നാ നമുക്ക് ഇറങ്ങാം. ഡാഡി, ഞാൻ അങ്ങോട്ട് വരുന്നില്ല. എനിക്ക് കല്യാണം വേണ്ട. എന്തോന്ന്? ഡാഡി, എനിക്ക് കല്യാണം കഴിക്കണ്ട.
വാട്ട്? ഏയ് അവളെ വെറുതെ തമാശയ്ക്ക്. സച്ചൂട്ടി എന്താ ഇത്? ഇപ്പോഴാണ് തമാശ കാണിക്കണ. ദോണ്ട സച്ചു, മിണ്ടാതിരിക്കുക. നിന്റെ കളി കുറച്ച് കൂടുന്നുണ്ട്. ഈ സമയത്താണ് ഇങ്ങനെയൊക്കെ. മിണ്ടാതെ പോയി കാറി കയറി പെണ്ണേ. ഇല്ല മമ്മി, ഞാൻ തമാശ പറഞ്ഞതല്ല. എനിക്ക് കല്യാണത്തിന് താല്പര്യമില്ല. സച്ചു, നീ എന്തൊക്കെയാ പറയണ? നീ ഇങ്ങ് വന്നേ. വേണ്ട, നീ ഒന്നും വേണ്ട. ഇതെന്റെ തീരുമാനം. എനിക്ക് കല്യാണം വേണ്ട. മോളെ സച്ചു, ഇത് കുട്ടിക്കളിയല്ല. നാട്ടുകാർ മൊത്തോടെ കാത്തിരിക്കാം. നമുക്ക് പോണ്ടേ? അതെ, ഈ കാര്യത്തിൽ നിങ്ങളുടെ ഈ പ്രാങ്കൊന്നും വേണ്ട. കല്ലു, എന്താ ഇവൾക്ക് പറ്റിയ? അമ്മ, അത് അവർക്കൊന്നും അറിയില്ല. എനിക്ക് കല്യാണം വേണ്ട. വേഗം അടുക്കി വെക്ക്. എല്ലാരും ഇപ്പോൾ മണ്ഡപത്തിലേക്ക് പോകും. നിനക്ക് കല്യാണം കാണണ്ടെന്നല്ലേ പറഞ്ഞ, പിന്നെ എന്തിനാ അങ്ങോട്ടേക്ക് പോകാൻ ധൃതി കൂട്ടണ? മിണ്ടാതിരിക്കടാ. വീട്ടിനകത്തല്ലേ എന്തോ ഒച്ച കേട്ടത്. ഞാൻ പോയി നോക്കിയിട്ട് വരട്ടെ. എന്ത് പറ്റി? സത്യ, നീ ഒന്ന് സമാധാനപ്പെട്. ഇങ്ങനെ എല്ലാം അറിഞ്ഞ് പൊട്ടിക്കാൻ നിൽക്കല്ലേ. ആദ്യം അവളുടെ കാര്യം എന്താന്ന് ചോദിക്കേ. അച്ഛൻ അവള് പറഞ്ഞു കേട്ടില്ലേ, അവൾക്ക് കല്യാണം വേണ്ടെന്ന്. അവള് നമ്മളെ കേട്ട് പൊട്ടം കളിപ്പിക്കുകയാണോ? സച്ചു, രാവിലെ വരെ നിനക്കൊരു കുഴപ്പമില്ലായിരുന്നല്ലോ. പെട്ടെന്ന് നിനക്ക് എന്തോ ബാധ കൂടിയോ? മോളെ, ഈ എല്ലാവരെയും വട്ടാക്കാതെ മര്യാദയ്ക്ക് ഇറങ്ങി വാ നീ. ഇല്ല മമ്മി, എനിക്ക് ശംഭുവിനെ കല്യാണം കഴിക്കാൻ പറ്റില്ല. ഇതെന്താ ഇപ്പൊ ഇങ്ങനെ? നിന്റെ സമ്മതത്തോടു കൂടിയല്ലേ സത്യേട്ടൻ ഇതൊക്കെ ചെയ്തു കൂട്ടിയത്. ഇപ്പൊ പറ്റില്ല എന്ന് പറഞ്ഞാ അത് ഇവിടുത്തെ ന്യായ. ഇപ്പൊ പെട്ടെന്ന് കല്യാണം കഴിക്കാൻ പറ്റില്ലെന്ന് പറഞ്ഞാ അതിന്റെ റീസൺ ഞങ്ങൾക്ക് അറിയണം. ആരുമായി അവളെ വഴക്ക് പറയണ്ട. ഇതിനൊക്കെ കാരണം ഞാൻ കാരണം അവള്. ആരും കാരണമല്ല. എനിക്ക് ശംഭുവിനെ കല്യാണം കഴിക്കാൻ പറ്റില്ല. എന്തുകൊണ്ട് പറ്റില്ല? നീ പറഞ്ഞിട്ടല്ലേ ഞാൻ ഇതൊക്കെ ചെയ്തു കൂട്ടിയത്. എന്നിട്ടിപ്പോ നിനക്കെന്താ പറ്റാത്ത? എന്റെ പത്മനാഭ, മനസ്സ് സന്തോഷിച്ചപ്പോഴും ഞാൻ വിചാരിച്ചത് എന്തെങ്കിലും സങ്കടം കൊണ്ട് എത്തിക്കുമെന്ന്. എന്തിനാണാവോ ഇങ്ങനത്തെ പരീക്ഷണങ്ങൾ ഈ കുടുംബത്തിനേക്ക് തരണേ? ഞങ്ങളെ രണ്ടുപേരുടെ സമൂഹത്തോടു കൂടിയല്ലേ ഞങ്ങൾ ഈ കല്യാണം ഫിക്സ് ചെയ്തത്. ഇപ്പൊ നിനക്ക് മാത്രം പറ്റില്ലെന്ന് പറഞ്ഞാൽ അതിന്റെ കാരണം ഞങ്ങൾക്ക് അറിഞ്ഞേ പറ്റൂ. നീ പറയണം. എനിക്ക് അവനെ ഭർത്താവായിട്ട് കാണാൻ പറ്റില്ല. ഡാങ്കി, ഇതെന്താ പെട്ടെന്ന് ഇങ്ങനെ? എനിക്കൊന്നും അറിയില്ല. എന്തോ പറ്റിയിട്ടുണ്ട്. അങ്ങനെ കാണാൻ പറ്റില്ലെങ്കിൽ അത് ആദ്യമേ പറഞ്ഞൂടെ? 2 ആഴ്ച സമയം ഉണ്ടായിരുന്നല്ലോ. ഇപ്പോഴാണോ മോളെ ഇതൊക്കെ പറയണേ? ആരോട് ആര്യ നീ പറയണ? ഇവളോടോ? ഇവളെ തലയിലതൊന്നും കേറില്ല. ഞങ്ങളൊക്കെ തലയെ കയറ്റി വെച്ച് വളർത്തിയതല്ലേ, അനുഭവിച്ചോ? ഇന്ന് രാവിലെ വരെ കുഴപ്പമില്ലാത്തവള് ഇപ്പൊ പെട്ടെന്ന് ഇത് വേണ്ടെന്ന് പറഞ്ഞെങ്കിൽ അതിന്റെ പിന്നിൽ എന്താ കാര്യം എന്ന് അറിഞ്ഞേ പറ്റുള്ളൂ. നിങ്ങളൊക്കെ കൂടി അങ്ങോട്ടും ഇങ്ങോട്ട് പരസ്പരം പറഞ്ഞുകൊണ്ടിരുന്ന കാര്യം മനസ്സിലാവോ? ആ കുട്ടീനോട് ചോദിക്കേ. സച്ചു, ഇവരൊക്കെ നിന്നെ വഴക്ക് പറയുമ്പോ നിന്റെ കൂടെ നിന്നിട്ടേ ഞാനുള്ളൂ. മര്യാദയ്ക്ക് കാര്യം എന്താന്ന് പറ. അമ്മ, സച്ചുവിനെ വഴക്ക് പറയണ്ട, ഞാൻ പറയാം. വേണ്ടാതിരിക്കല്ലോ, ഞാൻ പറയാം. സച്ചുവിന്റെ ഭാഗത്ത് ഒരു തെറ്റൂല. തെറ്റ് മൊത്തം എന്റെ ഭാഗത്താ. നിങ്ങൾ രണ്ടുപേരടുത്തും ആരെങ്കിലും എന്തെങ്കിലും ചോദിച്ചോ? ഇതെന്റെ തീരുമാനം. സച്ചുച്ചി, എന്താ സച്ചുച്ചി ഇത്? ഞാനത് പറയട്ടെ. എനിക്കൊന്നും കേൾക്കണ്ട, ആരെന്നോട് സംസാരിക്കണ്ട. സച്ചു, നിനക്ക് ഈ കല്യാണം വേണ്ടെങ്കിൽ വേണ്ട. പക്ഷെ വേണ്ടാത്തതിന്റെ കാരണം അതെനിക്ക് അറിഞ്ഞേ പറ്റൂ. എനിക്ക് വേറൊരാള് ഇഷ്ടോ. ഭാമേ, നിന്നെ താഴെയും തറയും വെക്കാതില്ലടി ആ മനുഷ്യൻ നോക്കിയത്. എന്നിട്ട് അവക്ക് വേറൊരാൾ ഇഷ്ടമാണ് പോലും. മമ്മീനെ കൊന്നാലും ശരി, ഈ കല്യാണം എനിക്ക് വേണ്ട. ഭാമി നിനക്ക് അവരോട് ചോദിക്കട്ടെ. നിനക്കാരെങ്കിലും ഇഷ്ടമാണെങ്കിൽ നിനക്കത് വലിയേട്ടനോട് പറഞ്ഞൂടെ? നിനക്കാരെ സച്ചോട്ടി ഇഷ്ടം? നിങ്ങളെന്താ എന്നെ എന്റെ മോനെ കളിയാക്കണോ? ഇവൾക്കൊരാൾ ഇഷ്ടമാണെങ്കിൽ പിന്നെന്തിനാ ഞങ്ങളെ കൊണ്ട് ഈ വേഷം കെട്ടൊക്കെ ചെയ്യിപ്പിച്ചത്? ഡാഡി ഒന്ന് കാമാവ്. ഞാനൊന്ന് പറയട്ടെ. ശരിക്കും സച്ചുവിന്റെ ഭാഗത്ത് ഒരു തെറ്റുമില്ല. ഇല്ല ശംഭു, നീ ഇതിനെ അവളെ സപ്പോർട്ട് ചെയ്യാൻ നോക്കണ്ട. അവൾക്ക് ഈ കല്യാണത്തിന്റെ സമ്മതം അല്ലെങ്കിൽ അവള് മുന്നേ പറയണമായിരുന്നു. ആരെയും നിനക്ക് ഇഷ്ടം സച്ചുട്ടി? തുറന്നു പറ. അത് ഊട്ടിയിൽ എൻ്റെ കൂടെ കോളേജിൽ പഠിച്ച ഒരാളെ എനിക്കിഷ്ടം. അതെന്താ ഊട്ടിൽ പഠിച്ച ആർക്കും ഊരും പേരൊന്നുമില്ലേ? എന്താ അവന്റെ പേര്? അതെ, സിദ്ധോട്ടൻ ചോദിച്ചാൽ നീ കേട്ടില്ലേ സച്ചോട്ടി? എന്താ ചെക്കന്റെ പേര്? നിന്റെ കൂടെ പഠിച്ചാണെങ്കിൽ അവന്റെ പേരെന്താടി? അത് പേര് പറയാനൊന്നും നിങ്ങൾക്കറിയില്ല. ആളിപ്പോ നാട്ടിലില്ല. ഇപ്പൊ ഞാൻ അങ്കിയുടെ കാര്യം ഇവിടെ പറഞ്ഞാൽ ചിലപ്പോ അവര് അങ്കിയുടെ ഇവളുടെ കല്യാണം നടത്തിയാലോ? ഇവളീ പറയുന്നൊക്കെ പച്ചക്കള്ളം. ഇവക്ക് അങ്ങനെ ആരുമില്ല. അങ്ങനെ ആരെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ ഇവള് ഞങ്ങളോട് പറഞ്ഞേനെ. ഞങ്ങൾ ഒന്നിനും എതിരല്ല. ആ ചേച്ചി പറയുന്ന സത്യം. ആ ചേച്ചിക്ക് ഒരാളെ ഇഷ്ടം. അഖിലല്ലേ, നീ എന്താ പറയാൻ പോണ? ഇഷ്ടാണെന്നോ? അത് നിനക്കെങ്ങനെ അറിയാം? ആരാ ചെക്കൻ? അത് വേറെ ആരുമല്ല,
ആ ചേച്ചിക്ക് ഇഷ്ടമുള്ളത് ഇവിടുത്തെ അങ്കിതിനെയാ. അവർക്ക് രണ്ടുപേർക്കും പരസ്പരം ഇഷ്ടാ. അങ്കിത്തോ? സച്ചു, ഈ കാട്ടിൽ എന്തെങ്കിലും സത്യമുണ്ടോ? ഡാഡി അത് ഇല്ല. വേണമെങ്കിൽ ഞാൻ തെളിവ് കാണിക്കാം. തെളിവോ? ഇവനത് തേങ്ങയെ കാണിക്കാൻ പോണ. എന്ത് തെളിവ്? നീ കാണിക്ക്. നീ പറഞ്ഞത് ഞാൻ എന്തായാലും വിശ്വസിക്കില്ല. ഈശ്വര, ആകെ കൊളായാലോ. ആ ഫോണിൽ ഇവൻ എന്താ ചെയ്തു വച്ചേക്കണ? ഇതാ, എന്നെ വിശ്വാസമില്ലെങ്കിൽ ഈ വീഡിയോ നിങ്ങൾ ഓപ്പൺ ആക്കി നോക്കിയാൽ മതി. ഇങ്ങത്താ നോക്കട്ടെ. സച്ചൂട്ടി, സത്യേട്ടാ, എന്താ ഫോണില്? സത്യ, എന്താ ഫോണില്? ആ ഫോണിങ്ങതാ, ഞാൻ നോക്കട്ടെ. ആകാശേട്ടാ, എന്താ? ഇന്നാ നോക്ക്. പന്നി, എന്താടാ ആ ഫോണില്? എന്തോന്നാ നീ കാണിച്ച? അതാണ് നിങ്ങള് കിസ് ചെയ്തില്ലേ, ആ വീഡിയോ. തന്നെ അല്പം നാറി. അത് നീ എങ്ങനെ എടുത്തു? അങ്കി, അമ്മ, ഒരക്ഷരം മിണ്ടി പോരുത്. പഠിക്കാതെ തന്നെ നടക്കുമ്പോഴൊക്കെ മനസ്സിൽ ഒരേ ഒരു പ്രാർത്ഥന ഉണ്ടായിരുന്നുള്ളൂ, തെറ്റായ രീതിയിലൊന്നും നീ പോവല്ലേന്ന്. പക്ഷെ ഇപ്പോ അമ്മ, ഞാൻ ആരു ഇവിടെ എന്താ നടക്കണ? നീ എന്തിനാ അവനെ അടിക്കണ? അച്ഛാ, നമ്മള് കരുതുന്ന പോലെയല്ല. നമ്മുടെ മുന്നിൽ അടിവെച്ച് നടന്നിട്ട് രണ്ടാളും കൂടെ പ്രേമിച്ച് ഉമ്മ വെച്ച് നടക്കുക. പറയാൻ തന്നെ എനിക്ക് നാണക്കേടാവാ. ഇത് മിസ്റ്റർ സത്യനാഥൻ, ഞങ്ങളെ വിശ്വസിച്ച ഞാൻ ഈ കല്യാണത്തിന് സമ്മതിച്ചത്. ഇതിന് നിങ്ങൾക്ക് ഒന്നും പറയാനില്ലേ? ഷമ്മുവിൻ്റെ ഡാഡിയോട് ഞാൻ എൻ്റെ മനസ്സിൽ തൊട്ടും മാപ്പ് ചോദിക്കുക. ഞങ്ങളെയും ഞങ്ങളുടെ മോനെയും ഞാൻ ഈ ഒരു സിറ്റുവേഷനിൽ കൊണ്ടെത്തിച്ചതിന്. സന്തോഷമായിട്ട് നിനക്ക് നിന്റെ ഡാഡിയെ ഇങ്ങനെ തരം താഴ്ത്തിയപ്പോ നിനക്ക് സമാധാനമായോ? മമ്മി, ഞാൻ മനപ്പൂർവ്വം എങ്ങനെയെന്ന് ഒരക്ഷരം വേണ്ടി പോയത് നീ. വേണ്ട ഹലിമായി, അവളെ തല്ലല്ലേ. ഞാൻ ഒക്കത്തിനും കാരണം. അങ്കി മോനെ, എന്താടാ ഇതൊക്കെ? അമ്മമ്മ, മുത്തശ്ശ, എനിക്ക് സച്ചുട്ടീനെ ഇഷ്ടം. ഇപ്പോഴൊന്നും അല്ല, പണ്ടോട്ട് എനിക്കിഷ്ടം. അവൾ എന്നോട് പറഞ്ഞതാ വലിയ മാവനോട് പറയാമെന്ന്. പക്ഷെ ഞാൻ കാരണം ഇതൊക്കെ ഇവിടെ വരെ എത്തിയത്. ഞാനാ തെറ്റുകാരൻ. അങ്കി, മര്യാദയ്ക്ക് വാടച്ചോ. അവന്റെ ഒരു സ്നേഹം എന്തുകൊണ്ടാടാ നീ അവളെ സ്നേഹിക്കാൻ നടക്കണേ? അതിന് മാത്രം എന്ത് യോഗ്യത നിനക്കുള്ളത്? പഠിത്തമില്ല, നല്ലൊരു ജോലിയില്ല. ഇതൊന്നും എനിക്കില്ലാണ്ടായത് നിങ്ങളും കാരണമല്ലേ. എൻ്റെ ഇഷ്ടത്തിന് എന്നെ പഠിക്കാൻ നിങ്ങൾ അനുവദിച്ചിട്ടുണ്ടോ? അതുകൊണ്ടല്ലേ. വാടക്കട, തൊട്ട് പോകരുത് അവനെ. സച്ചു, അവൻ ചോദിച്ചില്ലേ എന്താ തെറ്റ്? അമ്മാവനും അമ്മായും എപ്പോഴെങ്കിലും അവനെ കേൾക്കാൻ ശ്രമിച്ചിട്ടുണ്ടോ? അവന്റെ ഇഷ്ടങ്ങൾ മാറ്റി നിർത്തി നിങ്ങളെല്ലാവരുടെ തലയിൽ അടിച്ചമർത്തുകാരുന്നില്ലേ ഇത്രയും നാളും? അവൻ ഞങ്ങളുടെ മോന. അവനോട് ഞങ്ങൾ എന്തെങ്കിലും പറയുന്നുണ്ടെങ്കിൽ അതവന്റെ നല്ല ഭാവിക്ക് വേണ്ടി മാത്രമായിരിക്കും. ഇല്ലമ്മായി, ഒരിക്കൽ പോലും അവന്റെ ഇഷ്ടങ്ങൾ എന്താണെന്ന് നിങ്ങൾ അന്വേഷിച്ചിട്ടില്ല. അവനെ മനസ്സ് ഓർന്ന് സംസാരിക്കാൻ നിങ്ങൾ അനുവദിച്ചിട്ടില്ല. അവന്റെ അച്ഛനും അമ്മയും അങ്ങനെ ആയിക്കോട്ടെ. നിന്റെ ഡാഡി എന്തും തുറന്നു പറയാൻ നിനക്ക് സ്വാതന്ത്ര്യം തന്നില്ലേ? എന്നിട്ട് നീ എന്താ ഈ കാണിച്ചു കൂട്ടിയത്? ഞാൻ ഒരിക്കലും എന്റെ ഡാഡിയെ നാണം കെടുത്തണമെന്ന് കരുതിയിട്ടില്ല. ശംഭുവിനെ ഒരികെ വേറെ ആര് ഡാഡി പറഞ്ഞാലും ഞാൻ കല്യാണം കഴിക്കാം. എന്തായാലും നമ്മുടെ മനസ്സിൽ ഇപ്പം നടക്കില്ല. നാട്ടുകാരും വീട്ടുകാരും ഒരുപോലെ പറ്റിച്ചിട്ട് നിങ്ങൾ ഒരുമിച്ച് ജീവിക്കാന്ന് കരുതണ്ട. അതിന് ഞങ്ങൾ സമ്മതിക്കില്ല. സച്ചുട്ടിക്ക് എന്നെ ഇഷ്ടമാണെങ്കിൽ എനിക്ക് ആരുടെ സമ്മതവും വേണ്ട. ഞാൻ നോക്കിക്കോളാം അവളെ. ഇന്നും ഇന്നലെ തുടങ്ങിയതല്ല അച്ഛ. എൻ്റെ 8ാം ക്ലാസ്സിൽ എനിക്ക് തുടങ്ങിയതാ അവളോടുള്ള ഇഷ്ടം. നിങ്ങളുടെ രണ്ടുപേരുടെ മനസ്സിലും ഇങ്ങനെ ആഗ്രഹം ഉണ്ടെങ്കിൽ അതാദ്യം ഞങ്ങളോടല്ലേ തുറന്നു പറയണ്ട. തുറന്നു പറഞ്ഞാലും ഇപ്പൊ പ്രതികരിക്കുന്ന പോലെയല്ലേ അപ്പോഴും പ്രതികരിക്കൂ. ഞങ്ങൾക്കറിയാം. പിന്നെ ഞങ്ങള് പ്രതികരിക്കേണ്ട? രണ്ടുപേരും പിടിച്ച് കെട്ടിച്ചേർന്നോ? ചേച്ചി അനിയനാണെന്നൊക്കെ പറഞ്ഞ് നടന്നിട്ട് ഇപ്പൊ ഇഷ്ടമാണെന്ന് പറഞ്ഞ് വന്നേക്കോ രണ്ടെണ്ണം. അതെ, ഞങ്ങളെ കൊണ്ട് പറ്റില്ല ഇത് അംഗീകരിച്ച് തരാൻ. ഞങ്ങളൊക്കെ പറ്റിച്ചിട്ട് ജീവിക്കാൻ നിങ്ങൾ കരുതണ്ട. ഞങ്ങൾക്ക് ജീവനുണ്ടെങ്കിൽ ഈ ബന്ധത്തിന് ഞങ്ങൾ സമ്മതിക്കില്ല. അവിടെ മണ്ഡപത്തില് നാട്ടുകാരും ബന്ധുക്കളും വീട്ടുകാരും ഒക്കെ വന്നിട്ടുണ്ട്. അവർക്ക് മുന്നിൽ ഞങ്ങൾ എന്താ പറയണ്ട? ഞങ്ങളുടെ മക്കളുടെ കയ്യിലിരിപ്പോണ്ട് ഈ കല്യാണം മുടങ്ങിയെന്നാണോ പറയേണ്ടത്? ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ആരെ വേണമെങ്കിലും കല്യാണം കഴിക്കാം.
പക്ഷേ ശംഭുവിന് എനിക്ക് കല്യാണം കഴിക്കാൻ പറ്റില്ല. സത്യ, നീ എന്താ ഒന്നും വേണ്ടാത്ത? എന്തെങ്കിലും പറ മോനെ. ഇനിയിപ്പോ നമ്മൾ എന്താ ചെയ്യേണ്ട? സമയം എടുത്തോണ്ടിരിക്കുക. എന്റെ ബന്ധുക്കളൊക്കെ അവിടെ കാത്തിരിക്കുക എന്റെ മകന്റെ കല്യാണം കാണാൻ. അവരോടൊക്കെ ഞാൻ എന്ത് സമാധാനവും പറയേണ്ട? നിങ്ങൾ എന്നെ എനിക്കൊരു വഴി പറഞ്ഞില്ല. സത്യേട്ട, ബന്ധുക്കൾ ഓരോന്നായിട്ട് വിളിക്കാൻ തുടങ്ങി. മുഹൂർത്തത്തിന് സമയമായി വരിക. നമ്മളിപ്പോൾ എന്താ ചെയ്യുക? ആര്യ, ഏട്ടന് വേണ്ടി നീ ഒരു സഹായം ചെയ്യോ? കല്ലുമോളെ ശംഭുവിന് തരുമോ? ഞാൻ വേണമെങ്കിൽ നിന്റെ കാല് പിടിക്കാം. സത്യേട്ട, എന്താ ഇത്? സത്യേട്ട, വലിയേട്ട, എണീക്ക്. ഡാഡി, എന്റെ കാല് പിടിക്കാൻ മാത്രം സത്യേട്ടൻ എന്തായി കാണിക്കണേ? ആര്യ, ഏട്ടന് വേറെ ഒരു വഴിയുമില്ല. സത്യേട്ടൻ സമാധാനിക്ക്. നമ്മളൊക്കെ ഇല്ലേ? കല്ലുമോക്ക് സമ്മതമാണെങ്കിൽ നമുക്ക് ഈ കല്യാണം നടത്താം. ഈശ്വര, ഞാൻ ഇനി എന്തൊക്കെ കാണണം? പാത്തുവേ, ഇവിടെ സീന് മൊത്തത്തിൽ ഡാർക്കാണല്ലോ. നമുക്ക് അടപ്പേ പറയാം. ചേട്ടാ, ഇതാദ്യമായിട്ട് നമ്മളെ ഭാഗത്തൊരു മിസ്റ്റേക്കും ഇല്ലാതെ പണി ചെയ്തപ്പോ കല്യാണം മുടങ്ങിപ്പോകുന്ന അവസ്ഥയായല്ലോ. അങ്ങനെ കല്യാണം മുടങ്ങൊന്നുമില്ല. മറ്റേ പെണ്ണ് കല്യാണത്തിന് സമ്മതിച്ചു എന്നല്ലേ കേട്ടെ. ഏതായാലും കല്യാണം നടക്കും. നമ്മുടെ ക്യാഷ് ഓൾറെഡി കിട്ടിയല്ലോ, പിന്നെന്താ ടെൻഷൻ? അതെ, ആ കുട്ടി കല്യാണത്തിന് സമ്മതിച്ചു എന്നാ കേട്ടത്. അവരിനിപ്പോ റെഡിയായി അങ്ങോട്ട് വന്നോളും. നമുക്ക് പോയാലോ? ഇനിയിപ്പോ എന്തായാലും നമ്മുടെ ആവശ്യം അവിടെ ഇല്ലല്ലോ. നമുക്കെല്ലാവർക്കും മണ്ഡപത്തിലേക്ക് പോവാം. വാ. ആര്യേട്ട, കല്ലുമോളോട് ഞങ്ങൾ സംസാരിച്ചു. നമുക്ക് പ്രശ്നമൊന്നുമില്ലെങ്കിൽ അവർക്ക് കല്യാണത്തിന് സമ്മതമെന്നാ പറയുന്ന. അങ്ങനെയാണെങ്കിൽ വേഗം അവളൊന്ന് റെഡിയാക്ക്. നമുക്ക് മണ്ഡപത്തിലേക്ക് പോവാം. എൻ്റെ മോളെ കൊണ്ട് ശംഭുവിനെ കല്യാണം കഴിപ്പിക്കാമെന്ന് ശംഭുവിൻ്റെ ഡാഡിക്ക് ഞാനൊരു വാക്ക് വന്നില്ലേ? കല്ലു, അതും എൻ്റെ മോളെ തന്നെയാ. ഈ കല്യാണത്തിന് നിങ്ങൾക്ക് സമ്മതമല്ലേ? ഈ കല്യാണം നടന്നില്ലെങ്കിൽ ഞാൻ പലരുടെ മുന്നിൽ തോറ്റുപോകും. അതുകൊണ്ട് മാത്രം ഞാൻ ഇതിന് സമ്മതിക്കുക, എന്റെ മോന് വേണ്ടിയിട്ട്. താങ്ക് യു സോ മച്ച്. സിദ്ധുവേട്ട, അമ്പാടി, നിങ്ങളൊക്കെ അച്ഛനെയും അമ്മേനെയും കൂട്ടിയിട്ട് മണ്ഡപത്തിലേക്ക് പൊക്കോ. നമ്മളിൽ ആരും അവിടെ ഇല്ലാത്തത് കൊണ്ട് അവിടെ ആൾക്കാർ പലതും പറഞ്ഞു തുടങ്ങി. ഞങ്ങള് പിറകെ വന്നോളാം. तेरा नाम इश्क, मेरा नाम इश्क, तेरा नाम इश्क, मेरा नाम, तेरा नाम, मेरा नाम इश्क. സത്യേട്ട, ഇതെന്തൊരിപ്പായിരിക്കണ? നമുക്ക് മണ്ഡപത്തിലേക്ക് പോണ്ടേ? കല്ലുമോള് റെഡിയായി. പോവാം. സത്യേട്ട, ഒരച്ഛൻ എന്ന നിലയിൽ എല്ലാവരുടെ മുന്നിൽ ഞാൻ തോറ്റുപോയില്ലേ മാമേ? ആര് പറഞ്ഞു? അവക്ക നിങ്ങളുടെ വില അറിയാത്ത. ഇനി അങ്ങനൊരു മോള് നമുക്കില്ല. എന്താ ഭാമ ഇത്? നീ ഇവിടെ ഇങ്ങനെ തുടങ്ങി ഏട്ടനെ സങ്കടപ്പെടുത്തല്ലേ? നമുക്ക് മണ്ഡപത്തിലേക്ക് പോവാം. അല്ല, അപ്പൊ തോന്നിക്കുന്ന രണ്ടിടത്തിന്റെ കാര്യത്തിൽ ഒരു തീരുമാനം എടുക്കണ്ടേ നമുക്ക്? ഈ കാര്യത്തിൽ തീരുമാനം എടുക്കാൻ ഞാൻ ആളല്ല. ദാ നിൽക്കുന്നത് എൻ്റെയും ഭാമയുടെ ആരുമല്ല. ഭാമേ, വാ. ആ മനുഷ്യൻ പറഞ്ഞിട്ട് പോയത് കേട്ടില്ലേ? കല്യാണം കഴിഞ്ഞ് തിരിച്ച് ഞങ്ങൾ ഈ വീട്ടിൽ വരുമ്പോ ഈ വീട്ടിൽ നിന്നെ കാണാൻ പാടില്ല. ഞങ്ങളെ മകളായിട്ട് ഇനി നീ ഈ വീട്ടിൽ വേണ്ട. വലിയേട്ടൻ പറഞ്ഞിട്ട് പോയത് കേട്ടില്ലേ? ഇനി തീരുമാനം എടുക്കാൻ ഞങ്ങൾ ഞങ്ങളുടെ ആരുമല്ല. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ എന്താന്ന് വെച്ചാൽ ആവാം. ഈ വീടിന് പുറത്ത് ഞങ്ങൾക്ക് നിങ്ങളെ കാണണ്ട. കല്ലുമുള കല്യാണം കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ചവിടെ വരുമ്പോ നിങ്ങൾ രണ്ടിനെയും കാണാൻ പാടില്ല. എങ്ങോട്ടാന്ന് വെച്ചാ പോയി ജീവിക്ക്. അതിനുള്ള ധൈര്യം ഉണ്ടല്ലോ. സജു, സോറി. അന്നെനിക്ക് ധൈര്യം ഇല്ലാണ്ട് പോയി നിന്റെ കൂടെ വന്ന് വലിയമാവന്റെ മുന്നിൽ നിൽക്കാൻ. എൻ്റെ മോളെ സ്നേഹിക്കാൻ നിനക്ക് എന്ത് യോഗ്യതയുണ്ടെന്ന് ചോദിച്ചാൽ ഞാൻ എന്താ പറയേണ്ട? ഇപ്പൊ അവർക്കാർക്ക് നമ്മളെ വേണ്ട. ഞാൻ ഉണ്ടാവും നിന്റെ കൂടെ. എന്റെ ഡാഡി പറഞ്ഞിട്ട് പോയി നീ കേട്ടില്ലേ? ഞാൻ ഡാഡിയുടെ ആരും അല്ലാന്ന്. അല്ല, അവര് കല്യാണം കഴിഞ്ഞ് വരുമ്പോ നിങ്ങൾ ഇവിടെ കാണരുതെന്നല്ലേ പറഞ്ഞത്? അപ്പോ
നിങ്ങൾ ഈ വീട്ടിൽ നിന്ന് എങ്ങോട്ട് പോകും? നിങ്ങൾക്ക് പോവാൻ വേറെ സ്ഥലമില്ലല്ലോ. നീ അവിടെ പോന്നി എല്ലാത്തിനും കാരണം. तुझ संग बैर लगाया ऐसा रहा ना मैं फिर अपने जैसा हूँ मेरा സത്യേട്ടൻ തന്നെ കല്ലുമോളെ കൈപിടിച്ച് കൊടുത്തേക്ക്. വാ മോളെ. नाम इश्क ये लाल इश्क ये मलाल इश्क ये अब इश्क ശംഭു താലി എടുത്ത് കേട്ട്. इश्क तेरा नाम इश्क मेरा नाम तेरा नाम मेरा नाम इश्क ये लाल इश्क ये मलाल इश्क ये अब इश्क जुगनू रे जुगनू रे जुगनू रे जुगनू जुगनू रे जुगनू रे जुगनू रे जुगनू मारी पास आवरी जुगनू जुगनू रे जुगनू रे जुगनू रे जुगनू